കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഞങ്ങളുടെ സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് മയ്യഴിയുടെ ഒരു കുന്നിൻ മുകളിലാണ്. മൗണ്ട് വീര എന്ന് ഫ്രഞ്ചുകാർ വിളിച്ചിരുന്ന മാഹിയുടെ ഒരു കുന്നും പ്രദേശം. നാട്ടുകാരിന് വട്ടോത്തുകുന്ന് എന്ന് വിളിക്കും. ഇവിടെയാണ് ഞങ്ങളുള്ളത്. ഞങ്ങളോടൊപ്പം ഉള്ളത് മാഹി എക്സൽ കോളേജിൻ്റെയും മാഹി എക്സൽ പബ്ലിക് സ്കൂളിൻ്റെയും ട്രസ്റ്റിയായ ഡോക്ടർ പി രവീന്ദ്രനാണ്. പി രവീന്ദ്രൻ, പുത്തൻപുരയിൽ രവീന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ജനനം മാഹി ചൂടിക്കോട്ടയിലാണ്. എന്നാൽ 9ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ഇന്ത്യയിലെ ഏതാണ്ട് 1/2 ഡസൻ സംസ്ഥാനങ്ങളിലായിട്ടാണ്. പിന്നെ അദ്ദേഹം പ്രീ ഡിഗ്രി പഠനത്തിനായിട്ട് മാഹിയിലേക്ക് തിരിച്ചെത്തുന്നു. മാഹിയിലെ പഠനത്തിന് ശേഷം PG മൈസൂറിൽ ചെയ്യുന്നു. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ഹോൾഡറാണ്. പിന്നെ ഒരു ജീവിത യാത്ര തന്നെയാണ്. 35 വർഷം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെയും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെയും കീഴിലുള്ള കോളേജുകളിൽ അധ്യാപനം, കെമിസ്ട്രി അസിസ്റ്റന്റ് പ്രൊഫസറായി. ഇദ്ദേഹത്തെ ഞങ്ങൾ ശ്രദ്ധിക്കാൻ കാരണം കഴിഞ്ഞ മാസം ഇദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു. ഇദ്ദേഹത്തിന് മാഹിയിൽ പൗരാവലി ഒരു സ്വീകരണം നൽകുകയുണ്ടായി. ആ സ്വീകരണമാണ് സക്സസ് സ്റ്റോറി ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കാരണം. സമസ്ത മേഖലകളിലും കൈവച്ച് കടന്നുപോയ ഒരു അധ്യാപകൻ. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ യാത്ര ഊർജിതമായി തുടരുകയാണ്. കൈവെക്കാത്ത മേഖലകളില്ല. പ്രകൃതിയായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, സാംസ്കാരിക മേഖലയായിക്കോട്ടെ എന്നു വേണ്ട എല്ലാ മേഖലകളിലൂടെയും കടന്നുപോയ ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ. ജീവിതത്തിൻ്റെ തുടക്കം പെയിൻറ് കച്ചവടമാണ്. പിന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി. പിന്നെ മാഹിയിലേക്ക് തിരിച്ചു വരുന്നത് പിതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. നമുക്ക് ഈ രവീന്ദ്രനിലൂടെ ഒന്ന് കടന്നു പോകാം. ഡോക്ടർ പി രവീന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിലൂടെ ഒന്ന് കടന്നു പോകാം. പി രവീന്ദ്രൻ, താങ്കൾക്ക് കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് ഏറെ ഹൃദ്യമായ സ്വാഗതം. സർവീസിൽ നിന്ന് വിരമിച്ചു എന്ന് താങ്കളെക്കുറിച്ച് പറയാൻ കുറച്ച് വിഷമമാണ്. കാരണം നല്ല മമ്മൂട്ടിയെ പോലെ അതിസുന്ദരനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് താങ്കളുടെ കുടുംബ പശ്ചാത്തലം? മാതാപിതാക്കൾ ആരൊക്കെയാണ്? അച്ഛൻ എയർഫോഴ്സിലായിരുന്നു, ഗോപാലകൃഷ്ണൻ നായർ. അമ്മ GK നായർ, എയർഫോഴ്സ്. അമ്മ വിജയലക്ഷ്മി. മാഹിയിലാണ്. മാഹിയിൽ ആദ്യത്തെ MLA PK രാമന്റെ മകളാണ്, മൂത്ത മകളാണ്. PK രാമൻ നമ്മൾ ശ്രീകൃഷ്ണ സ്ഥാപകൻ. അപ്പോൾ അവരുടെ മകളാണ്, മൂത്ത മകളാണ്. അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. അതുകൊണ്ട് ജനിച്ചത് മാഹിയിലാണെങ്കിലും പിന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് തുടക്കം താമ്പരത്തിലാണ്, ചെന്നൈയിൽ. അവിടെയാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അവിടെ പിന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ തന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ബീഗംപേട്ട്, ഹൈദരാബാദിലേക്ക് ഹൈദരാബാദ്. പിന്നെ തിരിച്ച് ചെന്നൈയിൽ താമ്പരത്ത് എയർഫോഴ്സ് സ്റ്റേഷനിൽ വന്ന് പിന്നെ അവിടുന്ന് ഡൽഹി പോയി. പിന്നെ ഡൽഹി സദർബദാറിനകത്ത്, പിന്നെ കേന്ദ്ര വിദ്യാലയത്തിന് എല്ലാ പഠിപ്പും. പിന്നെ ഉണ്ടായത് കാൺപൂരിലേക്ക്, ഹർജിന്ദർ നഗറിൽ ട്രാൻസ്ഫറായി. പിന്നെ ട്രാൻസ്ഫർ ആയത് ഇവിടെ ജയ്പൂരിൻ്റെ അടുത്ത് കോട്ട എന്ന സ്ഥലത്ത്. അത് കഴിഞ്ഞതിന് ശേഷം ബാംഗ്ലൂർ പഠിച്ച്. പിന്നെ അതിനുശേഷം അച്ഛൻ ട്രാൻസ്ഫർ ആയത് ബോർഡറിലേക്ക് ട്രാൻസ്ഫറായി. ബോർഡറിൽ ട്രാൻസ്ഫർ അവിടെ ഫാമിലിനെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെ എല്ലാം കെട്ടും പെറുക്കി ഒരു സെപ്റ്റംബർ ഒക്ടോബറിലാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. നാട്ടിലേക്ക് സെറ്റിൽ ആണ്ടി വന്നത്. ബ്രദർ അപ്പോഴത്തേക്ക് 11th ആയിരുന്നു. ഞാനും എൻ്റെ ബ്രദറായിരുന്നത്. മോഹൻ എന്നാണ്. അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രാക്ടീസ് ചെയ്യുന്ന 30 വർഷമായി പ്രാക്ടീസ്. അങ്ങനെ ബ്രദറും ഞാനും ഒരുമിച്ച് നാട്ടിലേക്ക് വന്നു. ബ്രദർ SN കോളേജിൽ BCom ചേർന്നു. ഞാൻ മാഹിയിൽ വന്നു. 10ാം ക്ലാസ് വന്നു. അച്ഛൻ എയർഫോഴ്സ് ട്രാൻസ്ഫർ ആയി, ബോർഡറിലേക്ക് പോയി തിരിച്ചു വന്നു. നാട്ടിൽ വന്നപ്പോൾ ഒന്നാമത് ഭാഷ അറിയില്ല. അപ്പോൾ ഇവിടെ മലയാളം നിർബന്ധമാണ്. അങ്ങനെ ഒരു പെറ്റീഷനൊക്കെ എഴുതി കൊടുത്ത് തിരുവനന്തപുരം ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് ഇംഗ്ലീഷ്, ഒരു സ്പെഷ്യൽ ഇംഗ്ലീഷ്, പിന്നെ അഡീഷണൽ ഇംഗ്ലീഷ്, 3 ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. അതിന് സ്പെഷ്യൽ ഓർഡർ ആയിട്ട് വാങ്ങിക്കാം, കണ്ട് സ്പെഷ്യൽ ഓർഡർ വാങ്ങിച്ച് അഡീഷണൽ ഇംഗ്ലീഷ് മലയാളത്തിന് പകരം ഇത് 10ാം ക്ലാസ്. അപ്പോൾ ഞാൻ സെപ്റ്റംബർ ഒക്ടോബർ വരുന്നത്. അപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഞാൻ അങ്ങനെ പഠിച്ച സാഹചര്യം അല്ല ഇവിടെ, ഭാഷ വ്യത്യാസമാണ്. പിന്നെ അങ്ങനെ നാട്ടിൽ വന്ന് സെറ്റിലായി. പിന്നെ ഞാൻ വളരെ കുറവ് ഞാൻ എഴുതിയിട്ടാണ്. അച്ഛൻ്റെ വീട് ചമ്പാടാണ്. അപ്പോൾ ഞാൻ പേപ്പറിൻ്റെ അതൊക്കെ എഴുതിയിട്ടാണ്, ചിത്രം നോക്കിയിട്ടാണ് അന്ന് ബസ്സിലൊക്കെ കയറാറ്. അപ്പോൾ ഭാഷ അറിയാത്തവർ ചില പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ മാഹി എഴുതും, ചമ്പാടിന്ന് എഴുതും, പാനൂർ ബസ്സിന് എഴുതും, എന്നിട്ട് തലശ്ശേരി ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡാണ് നോക്കും. ഏകദേശം കണ്ട് പിന്നെ കയറിയിട്ട് ചോദിക്കും ഇതാണോ എന്ന്. അങ്ങനെ ഞാൻ പോവാറ്. അതൊരു കാലം. അങ്ങനെ മാഹിയിലെത്തിയപ്പം ശരിക്കും പറഞ്ഞാൽ തമാശയാണ് കുറേ ആൾക്കാർക്ക്. എൻ്റെ ഭാഷയൊക്കെ ഇപ്പം അത്ര ശരിയായിട്ടില്ല, തമിഴ് ചോയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാഹിയിൽ ഒരു ഗ്ലാമർ സ്റ്റാർ ആകാൻ പറ്റി. ഞാൻ ഇംഗ്ലീഷ് ഹിന്ദി നല്ലോണം അറിയുന്നതുകൊണ്ട് JNGHS ജോയിൻ ചെയ്തത്. അപ്പോൾ അതുവരെ മാഹിയിൽ ഒരു മത്സരം, ഗേൾസ് സ്കൂളും JNG ബോയ്സും ഗേൾസ് സ്കൂളും തമ്മിൽ മത്സരമുണ്ട്.
അപ്പോൾ ഗേൾസ് സ്കൂളാണ് എല്ലാം ഈ ഇംഗ്ലീഷ് ഡ്രാമ, ഹിന്ദി ഡ്രാമ, പ്രസംഗം എല്ലാം പ്രൈസ് അടിക്കുക, നമുക്ക് കിട്ടാറില്ല. ഞാൻ വന്നതിന് ശേഷം ആ വർഷമാണ് JNGHSന് ഈ ഇംഗ്ലീഷ് പ്രസംഗം, ഹിന്ദി പ്രസംഗം, ഇംഗ്ലീഷ് നാടകം, അതിൻ്റെ അകത്ത് ഒരു കളിയായിരുന്നു, ഒരു 10-20 പ്രൈസ് വാങ്ങിക്കും. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. അതോടുകൂടി മാറി, ഇപ്പോൾ ആൾക്കാർക്ക് ഒരു ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ SLCക്ക് നല്ല മാർക്ക് പാസ്സായി. പ്രീ ഡിഗ്രിക്കും മാഹിത്തിന് ചേർന്ന്. കോളേജിലാണ് പ്രീ ഡിഗ്രി ഉള്ളത്. അന്ന് പ്രീ ഡിഗ്രി ഇപ്പോഴത്തെ ഞാൻ പണിയെടുത്തോണ്ടത് മഹാത്മാഗാന്ധി ഗവൺമെൻറ് പിന്നീടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രീ ഡിഗ്രി അവിടെ ജോയിൻ ചെയ്ത് പ്രീ ഡിഗ്രി ഇതേമാതിരി തന്നെ അത്യാവശ്യം നല്ലോണം പഠിക്കും. പിന്നെ ഈ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ ട്രാൻസ്ഫർ ആയിട്ടില്ല. അല്ല, പ്രീ ഡിഗ്രിക്ക് ഇവിടെ ഡിഗ്രിയും അങ്ങനെയാണ്. അപ്പം ഞാൻ ഒരു വിചിത്രമായ സാധനം എന്ന് വെച്ചാൽ, ഞാൻ ഒരു MBBS പഠിക്കാൻ തയ്യാറെടുത്തൊരു വ്യക്തിയാണ്. അങ്ങനെ അച്ഛൻ അന്ന് ഇവിടെ രാജസ്ഥാനിൽ ട്രാൻസ്ഫർ ആയപ്പോൾ രാജസ്ഥാനിൽ എൻട്രൻസ് എഴുതാൻ പറ്റും. അങ്ങനെ ഞാൻ രാജസ്ഥാനിൽ എൻട്രൻസ് എഴുതി. എന്നിട്ട് ജയ്പൂർ ശർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് അങ്ങനെ കോച്ചിങ് ഒക്കെ പോയി സെലക്ഷൻ കിട്ടി. സെലക്ഷൻ കിട്ടിയിട്ട് തലേ ദിവസം ജോയിൻ ചെയ്യേണ്ട തലേ ദിവസത്തിൽ 2 ദിവസം മുമ്പേ ഒരു ടെലഗ്രാം വന്ന്, ഇന്നത്തെ വളരെ ടെലഗ്രാം വന്നത്, ക്വാളിഫയിങ് എക്സാമിനേഷൻ നോട്ട് പാസ്ഡ്, ആപ്ലിക്കേഷൻ റിജക്റ്റഡ് എന്നിട്ട്. അപ്പോൾ ഷോക്കായിരുന്നു. ഞാൻ ഡ്രസ്സും ബാഗും ബ്ലാങ്കറ്റും പിന്നെ ഡോക്ടറാകാൻ തയ്യാറായി നിൽക്കുകയല്ലേ, ഇടയ്ക്കിടയ്ക്ക് സ്വപ്നമെല്ലാം കണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ ഷോക്ക് അടിച്ച് ഞാൻ അന്ന് സ്കൂട്ടർ, അച്ഛൻ ലാംബ്രട്ടോ സ്കൂട്ടറാണ്, നല്ല മഴയുള്ള ദിവസം രാജസ്ഥാനിൽ. അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു 40-50 കിലോമീറ്റർ ഓടി പോയി യൂണിവേഴ്സിറ്റി എത്തി. ഒരു രജിസ്ട്രാർ ഒരു ബംഗാളിയാണ്. അപ്പോൾ അയാൾ ഒരു സിമ്പിളായ ഒരു ടെക്നിക്കൽ കാര്യമാണ് പറഞ്ഞത്. എവറി ഇയർ ദി ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ send the equivalent certificates that our pre-degree is equivalent to your intermediate. 2-3 വർഷമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അയച്ചിട്ടില്ല. അപ്പോൾ അയക്കാത്തതുകൊണ്ട് നമ്മളെ കണക്ക് പ്രകാരം നിങ്ങൾ ഫസ്റ്റ് ഡിഗ്രി ചേർന്നാൽ മാത്രമേ നിങ്ങൾ പ്രീ ഡിഗ്രി പാസ്സായി കണക്കാക്കൂ. അപ്പോൾ അയാൾ ബംഗാളി, ഐ നോ യുവർ യൂണിവേഴ്സിറ്റി ഇസ് 100 times better than our university, but without അതെ without this certificate I cannot admit. If you can get it in one day, you bring it. ഇപ്പം ഇന്നത്തെ കാലമല്ലല്ലോ, യാത്രയില്ല, ഒന്നുമില്ല, ഇമെയിലില്ല, ഒന്നുമില്ല, എത്തി നടക്കുകയില്ല. അങ്ങനെ ഒരു ഷോക്കോടുകൂടി കെട്ടുംപെട്ടെടുത്ത് തിരിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. നാട്ടിൽ തിരിച്ചു വന്നു. നാട്ടിലെ സെപ്റ്റംബർ ഒക്ടോബർ കോളേജ് തുടങ്ങി, ഫസ്റ്റ് ഡിഗ്രി തുടങ്ങി. വേറെ എനിക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ല. ഞാനിവിടെ ഒരു അത്യാവശ്യം ഇല്ല, അന്നാണ് തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ മാഹി കോളേജ്, ഇത് അതെ, ആൾക്കാർ രോഗിയൊന്നും ചികിത്സിക്കുന്നില്ലെങ്കിലും ഒരു പേരിന് ഡോക്ടർ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ മാഹിയിൽ തിരിച്ചു വന്നത്. ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായി, ക്ലോസ് ചെയ്തല്ലേ. അങ്ങനെ അന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ രവീന്ദ്രൻ ഉണ്ടായിരുന്നു. അയാളുടെ ഒരു കത്തോടുകൂടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയി. ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റാണ്, ടാലൻ്റ് ഇങ്ങനെ ലേറ്റായി പോയതാണ്, അച്ഛൻ്റെ ട്രാൻസ്ഫർ പ്രശ്നം അങ്ങനെയൊക്കെ ഒരു റിക്വസ്റ്റും ചെയ്തിട്ട് എങ്ങനെയോ ഭാഗ്യത്ത് അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ കാണേണ്ടി വന്ന് അയാൾ സ്പെഷ്യൽ പെർമിഷൻ തന്ന് അങ്ങനെ മാഹിയിൽ BSc കെമിസ്ട്രി ജോയിൻ ചെയ്തു. മന്ത്രിയെ കാണേണ്ടി വന്നു. കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ട് വൈസ് ചാൻസലർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രിക്ക് ചേർന്നു. ഈ കാലഘട്ടത്തിലല്ലേ അവിടെ നിങ്ങൾ കോളേജ് യൂണിയനിൽ ഡിഗ്രിക്ക് എത്തിയ സമയത്താണ് ഞാൻ കോളേജ് ചേർന്നത്. ഞാനിവിടെ വരാൻ താല്പര്യം മാഹിയിൽ വന്നതാണല്ലോ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എടുത്ത കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഒക്കെയാണ്. അപ്പൊ ഈ സാധാരണ ഈ KSUക്കാർക്ക് ഈ പാട്ട്, ഡാൻസ്, എഴുത്ത് ഇന്നൊന്നും ആൾക്കാരുണ്ടാവില്ല. അപ്പൊ സ്ഥാനാർത്ഥിയില്ല. അന്നത്തെ നമ്മളിപ്പോ ലെഫ്റ്റിസ്റ്റ് ആണല്ലോ എല്ലാവരും. അങ്ങനെയാണ് എന്നെ പിടിച്ച് ഇവർ അത്യാവശ്യം പ്രൈസ് ഒക്കെ വാങ്ങിച്ചാണ്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ പ്രൈസ് വാങ്ങിച്ച ആദ്യത്തെ മാഹി കോളേജ് ആളാണ്. അത് ഇംഗ്ലീഷ് പ്രസംഗത്തിന് കാലിക്കറ്റ് ഇന്റർ സോൺ തന്നെ പ്രൈസ്. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഇന്റർ സോൺ തന്നെ കിട്ടി പ്രൈസ്. ആ ഒരു ലേബിളിലാണ് പിടിച്ച് എന്നെ നിർത്തിയത്. അപ്പം എനിക്ക് ഈ രാഷ്ട്രീയം സത്യാംഗം വന്ന് എനിക്ക് ഒരു സാധനം അറിയില്ല. എൻ്റെ അമ്മയാണ് ടോട്ടലി അഗേൻസ്റ്റും. ഓനെ പഠിപ്പിക്കാൻ അവിടെ കൊണ്ടാക്കിയതാണ്. ഈ രാഷ്ട്രീയം പറ്റില്ല. അപ്പോൾ ഇവരെല്ലാവരും ഇവിടുത്തെ ആൾക്കാർ ഇപ്പം ശരിക്കും പറയാം, ഇന്ന് മാഹി പഴയ റിട്ടയർഡ് ജസ്റ്റിസ് അല്ലേ ശശിധരൻ, അവരൊക്കെ ഉണ്ടായിരുന്നു കോളേജ് ഉണ്ടായി, ബാച്ച്മേറ്റ്സ് ദിനേശ് പഴയ ആരോ. അപ്പം ഗ്രാൻഡ് ഫാദർ കണ്ടു ഇയാൾ നിർത്തുന്നില്ല, നമ്മൾ ആരും മത്സരിക്കുന്നില്ല, ഒരു ബ്ലാക്ക് മെയിൽ ചെയ്ത് അങ്ങനെ നിർബന്ധിച്ചില്ല. എനിക്ക് ഒരു രാഷ്ട്രീയമല്ല ഒന്നും അറിയില്ല, എന്നെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. എന്തായാലും ജയിക്കൂല. എനിക്കെതിരായി പ്രവീൺ നല്ലൊരു പാട്ടുകാരനാണ്, കാലിക്കറ്റ് നല്ല പാട്ട് പാടുന്ന ഒരാളാണ് എതിരാളി. അപ്പോൾ എന്തായാലും ജയിക്കൂല. പിന്നെ ആൾ കാൻഡിഡേറ്റ് നിർത്തിയ എന്തോ അറിയില്ല, എൻ്റെ ചിരി കൊണ്ടായിരിക്കാൻ ജയിച്ചു പോയി. അങ്ങനെ രക്ഷപ്പെട്ട് തിരിച്ച് ക്ലിക്കായി. ഞാനങ്ങ് ജയിച്ച് അങ്ങനെ ഒരു കൊല്ലം ഫൈൻ ആർട്സ് സെക്രട്ടറി ആയി. അപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് പിന്നെയും പിടിച്ച് ഫൈൻ ആർട്സ് സെക്രട്ടറി എന്നെ നിർത്തി. അതെ എൻ്റെ രണ്ടാം വർഷം എതിരായി നിന്നത് മുഹമ്മദ് അലി, എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, വീടിൻ്റെ അടുത്തുള്ള ക്ലോസ് ഫ്രണ്ടാണ്. മുഹമ്മദ് അലിയാണ് എതിർ സ്ഥാനാർത്ഥി. അപ്പം ഞാൻ ജയിച്ച്. ആ വർഷം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സാധനം, ടേണിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ മാഹി കോളേജിൽ അതുവരെ ഇല്ലാത്ത സംഭവം നടന്നു. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ട് കോമ്പറ്റീഷനാണ് ഈ മലയാള നാടകം. അതിന് മാഹിന്ന് ഒരു കാരണവശാലും ഒരാൾക്ക് ഇതൊരു
പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലൊരു ഹനീഫ് എന്നിട്ടൊരു ഡയറക്ടർ കിട്ടി, നല്ലൊരു മണി എന്ന നാടകം പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ചീഫ് എന്ന് പറയുന്നത് എനിക്കെതിരായി മത്സരിച്ച് അത് അന്നത്തെ ഒരു രാഷ്ട്രീയത്തിൻ്റെയോ അന്നത്തെ നമ്മൾ പ്രത്യേകതയാണ് വെച്ചാൽ യാതൊരു വ്യത്യാസമില്ല. നീ വേറെ മത്സരിച്ച് ഒരാൾ ജയിച്ചു ഒരാൾ തോറ്റ് പിന്നെ എല്ലാം ഒരുമിച്ച്. അപ്പം ഈ നാടകം മൂപ്പരെ കംപ്ലീറ്റ് എനിക്ക് വലിയ മലയാളം അറിയാത്ത നിങ്ങൾക്കറിയാം. ഞാൻ അങ്ങനെ ഏൽപ്പിച്ച് ആശാനാണ് എല്ലാം സെലക്ട് ചെയ്ത് അയാൾ തന്നെ ഡയറക്ടർ കണ്ടുപിടിക്കുന്നു, അയാൾ തന്നെ റിഹേഴ്സൽ നടത്തുന്നു. അങ്ങനെ അത് ഇൻട്രസ്റ്റ് കൊണ്ട് അത് പ്രൈസ് വാങ്ങി. അത് വലിയ സംഭവമാണ്. ഈ ബെസ്റ്റ് ആക്ടർ ഇയാളാവുകയും ചെയ്ത്, മുഹമ്മദ് അലിനാവുകയും ചെയ്ത്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് നല്ല സംഗതിയായിരുന്നു ചെയ്യാൻ പറ്റുന്നത്. അതേമാതിരി ആ വർഷമാണ് നമ്മുടെ സിനിമാ നടൻ ജോസ്, അന്നത്തെ ഗ്ലാമർ സ്റ്റാർ, അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ ആ കാലഘട്ടം വലിയ അടിപിടി കേരളത്തിൽ ഉണ്ടാവാറുണ്ട്. മാഹിയിൽ അങ്ങനെ ഒരു ഇതിന്റെ ഒരു ഹൈലി പൊളിറ്റിക്കൽ ഒന്നല്ല, എല്ലാവരും അങ്ങോട്ടും അറിയുന്നതും ചെറിയ പ്രദേശമല്ലേ. എന്നൊക്കെ നമുക്ക് ഒരുമിച്ച് മത്സരിക്കുന്നു, ഒരാൾ ജയിക്കുന്നു ഒരാൾ തോക്കുന്നു, ഒരാൾ ബാക്കിയെല്ലാം പിന്നെ ലൈഫ് ഇസ് നോർമൽ. ആ ഒരു പി ജിക്ക് മൈസൂർ, അച്ഛൻ അപ്പോഴത്തേക്ക് ട്രാൻസ്ഫർ ആയി കർണാടകത്തിൽ എത്തി. അങ്ങനെ പി ജി മൈസൂർ യൂണിവേഴ്സിറ്റി സെൻ്ററാണ്, ഗംഗോത്രി മാനസ ഗംഗോത്രി വലിയ ക്യാമ്പസാണ്. അവിടെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. പി ജി ചെയ്തിട്ട് റാങ്ക് ഉണ്ടായിരുന്നു, ഓർഗാനിക് കെമിസ്ട്രി ചെയ്ത് റാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഗ്ലാക്സോയിൽ ഒരു ബോംബെ ഗ്ലാക്സോയിൽ റിസർച്ച് കെമിസ്റ്റ് പോസ്റ്റ് വിളിച്ച്. അന്ന് 6000 രൂപ ശമ്പളം. അന്ന് 6000 വെച്ചാൽ കണ്ണ് തള്ളിപ്പോന്ന പൈസയാണ്. അന്ന് ഈ റിസർച്ച് കെമിസ്റ്റ് പോസ്റ്റ് ഒരു ഗ്ലാമർ പോസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവിടെ പോയി ജോയിൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവിടെ വെസ്റ്റ് ഡോക്ടർ എന്ന മോഹം പൂർണ്ണമായി അത് ഇല്ല. ഞാൻ അതിൻ്റെ രസമുണ്ട്. ഞാൻ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രിക്കാണ് എഴുതി എൻട്രൻസ് കിട്ടിയത്. ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് ഞാൻ ഒന്നും കൂടി ഗുസ്തി കളിച്ച് എഴുതി, കിട്ടിയില്ല. അപ്പോൾ ഏതായാലും ഡോക്ടർ ആവില്ല എന്ന് തീരുമാനമായിട്ടുണ്ട്. പിന്നെ മെനക്കെട്ട എഴുതിട്ട് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ആ മോഹം അങ്ങ് ഉപേക്ഷിച്ച് അങ്ങനെ ഗ്ലാക്സോയിൽ ജോയിൻ ചെയ്ത് അവിടെ 6-8 മാസം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അച്ഛൻ റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് വന്നു. അച്ഛനമ്മ നാട്ടിലേക്ക് വന്നപ്പോൾ അവർ പിന്നെ ഒറ്റക്കായി അച്ഛനമ്മ. പിന്നെ ഞാൻ ചമ്പാടും സർ, ചമ്പാട് അവിടെയാണ് വീടെടുത്ത് അവിടെ തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഏട്ടൻ അന്നേരം ബോംബെയിൽ, ഞാൻ അങ്ങനെ ബോംബെയിൽ എത്തി. ഏട്ടൻ അവിടെ ബോംബെയിൽ ഉണ്ടായിരുന്നു, ഐഡിയൽ കെമിക്കൽസിൻ്റെ അകത്ത് ഫിനാൻസ് മാനേജർ. അപ്പോൾ അച്ഛൻ കുറേ കാലം നാട്ടിലും ചുറ്റുന്നു. ഞാൻ ഇപ്പോൾ നാട്ടിൽ വന്ന് ചോറും മീനിൽ നിന്ന് നിൽക്കുക, എന്തേലും പണി കണ്ടുപിടിക്കുക, പേടിക്കണ്ട, ഇങ്ങോട്ട് പോരി. അങ്ങനെ രണ്ടും കെട്ടുമ്പോട്ടെല്ലാം എടുത്ത് ഒഴിവാക്കി വന്നിട്ട് മാഹിയിൽ ഒരു കോടതിന് മുമ്പിൽ പെയിന്റ്. ഇപ്പോൾ ഉണ്ട് ആ ഷോപ്പ് ഉണ്ട് അവിടെ, ഗാർഡൻ പെയിന്റ്. നമ്മൾ നല്ല നടത്തുന്നത് കൊടുത്തത് ഗാർഡൻ പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർ ഷോപ്പ് നടത്തി. അങ്ങനെ ആദ്യം പണി കച്ചവടം തുടങ്ങിയത് പെയിന്റ് കച്ചവടം. ഭയങ്കര ക്ലിക്ക്, ഭയങ്കര സക്സസ്ഫുൾ. മാഹിൽ ഏറ്റവും നല്ല ഷോപ്പായിരുന്നു. അച്ഛനും ഒക്കെ അങ്ങനെ ആദ്യമായി ജീവിതത്തിൽ സിംഗപ്പൂർ യാത്ര ചെയ്യാൻ പറ്റി, ഷാലിമാർ പെയിന്റ് വിറ്റിട്ട്. ആ കാലഘട്ടത്തിൽ ഒരു സംഭവം അച്ഛനും അമ്മയും സിംഗപ്പൂർ നടത്തി അന്ന്. അതൊരു വലിയ സംഭവമാണ്. ആ കാലഘട്ടത്തിൽ ഇല്ല സംഗതിയൊന്നും. എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോണ്ടിച്ചേരിൻ്റെ അകത്ത് ഈ ഇൻ്റർവ്യൂ വിളിക്കുന്നത്, ലെക്ചർഷിപ്പ്. അന്ന് MSc മതി, MSc ഫസ്റ്റ് ക്ലാസ് തന്നെ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് ആ സെലക്ഷൻ കിട്ടി. അപ്പോൾ സെലക്ഷൻ കിട്ടിയപ്പോൾ ആ ചെറിയ ടെക്നിക്കൽ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ എന്നെ സെലക്ട് ചെയ്യുന്നത് ഒരു ജനുവരിയിലാണ്. മാർച്ചിൽ അന്ന് ആ വർഷം 1986 ഡ്രോട്ട് ഉണ്ടായിരുന്നു. ഇന്ത്യ ഒട്ടാകെ ഉണ്ടായ ഡ്രോട്ടാണ്. അപ്പോൾ UPSC അവർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഇൻസ്ട്രക്ഷൻ പാസ് ചെയ്ത് ഗ്രൂപ്പ് എ, നമ്മൾ ഗ്രൂപ്പ് എ പോസ്റ്റാണ്, ഗ്രൂപ്പ് എ പോസ്റ്റ് ഒന്നും അപ്പോയിൻമെൻറ്റ് നടത്താൻ പാടില്ല, ഇപ്പോൾ നിർത്താൻ പാടില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളാണ് സെലക്റ്റും ചെയ്തു പോയി, ലിസ്റ്റും ഇട്ട് കോൾ ഫോറും ചെയ്ത്. അപ്പോൾ ഗവൺമെൻറ് ഒരു പുതിയ ഓർഡർ ഇട്ട് പറഞ്ഞ് എഡ്ഹോക്കായിട്ട് നിയമിച്ച് നിന്നിട്ട് ഓർഡർ ഇട്ട്. ടെമ്പററിയാണ്, ടെക്നിക്കലി പറഞ്ഞാൽ ടെമ്പററിയാണ്. പക്ഷെ എല്ലാ ആനുകൂല്യം ഉണ്ടാവും, PF ഉണ്ടാവും, ഈ ഏൺ ലീവ് ഉണ്ടാവും, ബാക്കി ആനുകൂല്യം ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു സ്ഥിരമാണോ എന്ന് ചോദിച്ചാൽ പേപ്പറിനെ എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് പെർമനന്റ് ചോദിച്ചാൽ നോന്നേ എഴുതാൻ പറ്റും. അപ്പൊ അതാണ് ഞാൻ ഈ എൻ്റെ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ഏറ്റവും നല്ല ഒരു പബ്ലിക് സ്കൂളിന്റെ സ്ഥാപകൻ, ഒരു കോളേജിന്റെ സ്ഥാപകൻ എന്നൊക്കെ പറയുമ്പോൾ താങ്കൾ പോണ്ടിച്ചേരി സർവകലാശാലയുടെ, പോണ്ടിച്ചേരി സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങി. അതെങ്ങനെയാണ് തുടങ്ങിയത് എന്ന് പ്രേക്ഷകർ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. അതൊരു സാധ്യമാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. അതാണിത്. ഞാൻ താൽക്കാലിക ജീവൻ പുറത്ത് കാണുന്ന റീമാഷമായ സംഭവം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഉള്ളിന്റെ ഉള്ളിൽ എഴുതുമ്പോൾ താൽക്കാലിക എഡ്ഹോക്ക് പോസ്റ്റ്. അപ്പൊ എപ്പോ പണി പോവാ, കല്യാണം കഴിച്ചു പണി പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അങ്ങനെയാണ് 91 എന്ന് പറഞ്ഞാൽ ഞാൻ സെലക്ഷൻ കിട്ടിയിട്ട് ആദ്യം ജോയിൻ ചെയ്തത് പോണ്ടിച്ചേരിയിലാണ്, ടാഗോർ ആർട്സ് കോളേജ് എന്നിട്ട് പോണ്ടിച്ചേരി കോളേജിലാണ് ജോയിൻ ചെയ്തത്. അന്ന് ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സും പോണ്ടിച്ചേരി തന്നെ ഉള്ളതുകൊണ്ട് അവിടെ പെത്തിക്കനാലും സ്ട്രീറ്റിന് അവർ ബാച്ചലർ അടിച്ചു പൊളിച്ച് ജീവിച്ച കാലഘട്ടമാണ്. ഒരു 86 മുതൽ 88 വരെ നല്ല നല്ല ലൈഫായിരുന്നു. അടിച്ചു നല്ല കുറേ ചെറുപ്പക്കാർ നമ്മൾ ഇവിടെ പഠിച്ച് മാഹിയിലുണ്ടായ ഉദ്യോഗസ്ഥന്മാരും നമ്മൾക്ക് ഒരു വീടൊക്കെ എടുത്തിട്ട് പെത്തിക്കനാലും സ്ട്രീറ്റാണ്, അവിടെയാണ് താമസം ഉണ്ടായത്. അങ്ങനെ 1988 മാഹിയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നു. മാഹിയിലേക്ക് വന്ന്
മാഹി തന്നെ വന്നാൽ രസമാണ്. എൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാഹി കോളേജിൽ ഞാൻ ഇങ്ങനെ ഇറങ്ങി, ആരോ പറഞ്ഞു ഇങ്ങനെ കെമിസ്ട്രിക്ക് ഒരാൾ ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി പ്രിൻസിപ്പൽ റൂം സൈനൊക്കെ ചെയ്ത് നടന്നു വരുമ്പോൾ രണ്ട് പയ്യന്മാർ ആ സ്റ്റെപ്പ് സൈഡിൽ ഇരിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രവീന്ദ്രൻ. വിച്ച് പ്ലേസ് എന്ന് ചോദിച്ചു. ഞാൻ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി നമ്മുടെ നാട്ടിലെ ആൾക്കാരല്ലേ. ഞാൻ പറഞ്ഞു ചൂടിക്കോട്ടെ, എനിക്കറിയാം ചൂടിക്കോട്ടെ മദ്രസയില്ലേ, ആ മദ്രസിന് മുമ്പിലത്തെ വീട്ടിലെ വേറെന്താ അറിയണമെന്ന് ചോദിച്ചു. നിങ്ങൾ മലയാളിയാ? ഞാൻ മലയാളി. അതെ, ഞാൻ പോയിക്കോട്ടെ നോക്കിയതാ. അപ്പോൾ വിച്ച് പ്ലേസ് എന്ന് ചോദിച്ചിട്ട് നോക്കിയതാ. അപ്പോൾ അങ്ങനെ ഞാൻ മാഹിയിലെത്തി. മാഹി കോളേജിൽ ജോയിൻ ചെയ്ത് 88 കല്യാണം കഴിഞ്ഞു. അത് പിന്നെ 2 വർഷം 91 അപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നു. ഒരു ടെമ്പററി പോസ്റ്റ് ആണ്. ആ ടെമ്പററി പോസ്റ്റിൽ മാഹി കോളേജ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് കാലഘട്ടത്തിലാണ് ഒരു കോളേജ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ സ്വന്തമായിട്ടൊരു സമാന്തര കലാലയം തുടങ്ങിയ? കാരണം ശരിക്കും അങ്ങനെയല്ല തുടങ്ങിയത് മാഹിയിൽ ഒരു പ്രീ എക്സാമിനേഷൻ കോച്ചിങ് സെന്റർ ഉണ്ട്. ഗവൺമെന്റ് ഓഫ് പോണ്ടിച്ചേരി സ്പോൺസർ ചെയ്ത് ഫ്രീ ആയിട്ട് കോച്ചിങ് കൊടുക്കുന്ന സെന്റർ. അപ്പൊ ഞാൻ അന്ന് മൂർക്കോത്ത് റാമണി സാറില്ലേ, അവരാണ് ഇബ്രാഹിം കുട്ടി സാർ, പ്രൊഫസർ ഇബ്രാഹിം കുട്ടി, ഇവരൊക്കെയാണ് അതിന്റെ ആൾക്കാർ. നമ്മൾ അതിൻ്റെ അകത്തൊരു ചെറിയൊരു ആളതിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആൾ വേണമെന്ന് പറഞ്ഞപ്പോൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോച്ചിങ് ഞാൻ ഡയറക്ടറായി. അങ്ങനെ അത് തുടങ്ങി. ഫ്രീ ആയിട്ടാണ്, എല്ലാ ശനിയും ഞായറൊക്കെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. അതിൻ്റെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ സാറ്റർഡേ വന്ന് അടുത്ത സാറ്റർഡേ വരില്ല, ഇത് ഫ്രീ അല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും എക്സ്ക്യൂസ് പറയും. അതിൻ്റെ സാറ്റർഡേ വേറെ കുട്ടികളെ വരിക. ഇപ്പോൾ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. 2-3 വർഷം ഇത് നടത്തി. അപ്പോൾ ആരോ പറഞ്ഞ് ഈ ഫീസ് വാങ്ങിക്കാൻ ഇതെല്ലാം സ്ഥിതി ഇങ്ങനെ തന്നെയാണ്, നമുക്കൊന്ന് ഫീസ് വാങ്ങിച്ച് നടത്താമെന്നല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ടെമ്പററി അല്ലേ, അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാന്നിട്ട് അങ്ങനെയാണ് തലശ്ശേരിയിൽ ആദ്യമായിട്ട് എക്സൽ യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് എടുത്ത് 1 വർഷം. പിന്നെ അത് പെട്ടെന്ന് ഒഴിവാക്കി. പിന്നെ സ്വന്തം പേരിൽ എക്സൽ സ്ഥലം 2000 അപ്പം എക്സൽ തുടങ്ങി കുറേ അവിടെ പാലസ് നാരകംപുറത്താണ് ബിൽഡിങ്, പാലസ് ടവറിൻ്റെ അകത്ത്. അതെ ഇപ്പോൾ ഉണ്ട്. ഇപ്പം തലശ്ശേരി ഉണ്ട്, മാഹിയിലുണ്ട്, വടകരയുണ്ട്, പേരാമ്പ്രയുണ്ട്, പയ്യന്നൂരുണ്ട്. ഈ വർഷം പള്ളൂരും കള്ളാച്ചി റിട്ടയർ ആയാലും ഇപ്പോൾ കുറച്ച് സമയം 7 തുടങ്ങും. അവിടുന്ന് ഒത്തിരി IAS ഡോക്ടർമാരൊക്കെ ഡോക്ടർ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. ഡോക്ടർ IAS ആണ്. ഞാൻ ഇപ്പൊ ചെന്നൈയിൽ ഒരു ചെയർമാനാണ്, ഒരു കോർപ്പറേഷൻ ചെയർമാനാണ്. കമൽ കിഷോർ എവിടുത്തുകാരനാണ്? കൂത്തറമ്പ്. എത്ര കുട്ടികൾ അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ടാവും? ഏകദേശം ആയിരക്കണക്കിന്. ഇപ്പൊ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ആവറേജ് 2000 കുട്ടികളുണ്ടാവും. 2000 കുട്ടികൾ കോളേജിൽ തന്നെ വിവിധ. പിന്നെ എങ്ങനെയാണ് ഇത്രയും മനോഹരമായ സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്കൂൾ? ഇതെല്ലാം ഒരു ശരിക്കും ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഞാൻ തലശ്ശേരി തുടങ്ങിയപ്പം കുറച്ച് ആൾക്കാർ വളരെ ഭാഗത്ത് ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാം ചെറുപ്പക്കാർ, അൺഎംപ്ലോയിഡ്. ഞാൻ മിക്കവാറും എൻ്റെ അടുത്ത് വന്ന കുട്ടി ഒന്നിക്കെ BSc കഴിഞ്ഞ് ഞാൻ തന്നെ MSc പഠിപ്പിച്ച്, ഞാൻ തന്നെ BEd പഠിപ്പിച്ച് കുട്ടികളാണ്. ആരും അങ്ങനെ ഇതായിട്ട് വന്നതല്ല. അതുകൊണ്ട് ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ എടുത്തില്ലേ. അപ്പം അങ്ങനെ ഞാൻ അവരെ മാഹി വളരെ ഭാഗത്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വളരെ തുടങ്ങുന്നുണ്ട്. ഞാൻ തുടങ്ങിക്കോ, പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. എനിക്കൊരു ചെയർ ഉണ്ടാവില്ല, കസേര ഉണ്ടായി ഞാൻ ഇരിക്കാൻ പോകുന്നു. നല്ലോണം നടത്തിയാൽ നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ കൂട്ടാം. അത്ര സിമ്പിളാണ്. ഞാൻ ഈ സ്ഥാപനത്ത് ഒരു സ്ഥലത്ത് ഞാൻ ഒരു കസേര ഞാൻ ഇരിക്കാറില്ല. കുറേ പയ്യന്മാർ അവരാണ് നടത്തുന്നത്, അവരെന്നാ ചെയ്യാം. ആദ്യം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും, കിട്ടുന്ന പൈസ അവരെടുക്കും, എന്തെങ്കിലും ബാക്കി ഞാൻ എടുക്കുന്നത്. നമുക്ക് അത്ര ആൾക്കാരെ സഹായിക്കും. അങ്ങനെയാണ് വടകരയിൽ കുറെ പേരാമ്പ്രയൊക്കെ വന്നപ്പോൾ പേരാമ്പ്രയിൽ തുടങ്ങി. മാഹിയിലെ കുട്ടികൾ തലശ്ശേരി ബുദ്ധിമുട്ടായപ്പോൾ മാഹി തുടങ്ങി. തലശ്ശേരി പയ്യന്നൂർ ഭാഗത്ത് കണ്ണൂർ ഭാഗത്ത് ഒരു മാഷർ വന്നപ്പോൾ ഒരു കൂടി പയ്യന്നൂർ തുടങ്ങി. അപ്പം അങ്ങനെ അവർക്ക് വേണ്ടി തുടങ്ങിയതല്ലാതെ എനിക്ക് വേണ്ടി തുടങ്ങിയതായിരുന്നില്ല. ഇങ്ങനെ ഒരു ഫ്ലോയിലും നടന്നു. 100-300 ആൾക്കാർ പണിയിട്ടുന്നേ കിട്ടി. കുറെ പയ്യന്മാർക്ക് ഒരു ഓഫീസ് സ്റ്റാഫ് വന്നിട്ട് എടുത്ത് പോകുന്ന ആൾക്കാരൊക്കെയാണ്. പെർമനന്റ് ആയിട്ടല്ല, വെറും ക്ലാസ് എടുത്ത് പോകും. അങ്ങനെ പെർമനന്റ് സ്റ്റാഫ് ആയിട്ടുണ്ടാവില്ല. അത്യാവശ്യം നല്ല ഇൻകമാണ് ഇതിപ്പോൾ. പിന്നെ ഇതിനെ ഞാൻ നേരത്തെ കൺസെപ്റ്റ് ഫ്രീ ആൻഡ് സാധനം ഞാനിപ്പം തലശ്ശേരിയിൽ എവിടെയാണെങ്കിലും എനിക്കൊന്നൊരു 100-200 കുട്ടികൾ ഫ്രീ ആയി പഠിക്കുന്നുണ്ട്. അത് ടെക്നിക്കൽ ഞാൻ ഫീസിനെ കണക്ക് പറയുകയാണെങ്കിൽ 10-30 ലക്ഷം റുപ്യൊക്കെ ഒരു കൊല്ലം ഫ്രീ ആയിട്ട്. ഇങ്ങനെ ഓരോരുത്തർ കത്തേരും, ആര് വിളിച്ചു പറഞ്ഞാൽ ആയിക്കോട്ടെ. ഞാൻ പൊളിറ്റിക്കൽ ശരി, വായനശാലക്കാരായിരിക്കും ആരാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിലാണല്ലേ, പഠിച്ചോട്ടെ, എത്തിയും കാലയിൽ കുട്ടികൾ വരും. ഞാൻ ഫ്രീ ആയിട്ട് എടുത്ത് പഠിച്ചോട്ടെ എന്ന് പറയും. നമുക്ക് നഷ്ടമില്ല കാര്യമില്ലല്ലോ. രണ്ടാള് ഫീസ് തന്നിട്ടില്ല, ക്ലാസ് എടുക്കണ്ടേ, ഇരുന്നോട്ടെ, നഷ്ടമില്ലാത്ത കാര്യമല്ലേ. അപ്പൊ അങ്ങനെ ഒരു അത് കുറച്ച് കൂടി പോകുന്നുണ്ട്. എന്നാലും സന്തോഷമായിരുന്നു. സ്കൂൾ എന്ന ഒരു കാഴ്ചപ്പാട് വരും. നമ്മൾ ഈ കുറെ പയ്യൻ പറഞ്ഞാൽ പറ്റും. നേരത്തെ കമ്മിറ്റഡ് ആയിട്ട് എൻ്റെ അടുത്ത് ഉണ്ടായ പയ്യൻ പറഞ്ഞു MBSc MSc ഒക്കെ എടുത്ത് വേറെ പണി കിട്ടിയാൽ പോവില്ല. സൊസൈറ്റിയിൽ ഒരു ട്യൂട്ടർ മാഷും എന്ന് പറയുമ്പോൾ ചെറിയ എന്ത് പറഞ്ഞാലും വരുമാനം ഉണ്ടെങ്കിലും വിവരം ഉണ്ടെങ്കിലും സ്വഭാവം നല്ലതാണെങ്കിലും ആൾക്കാർ ട്യൂഷൻ മാഷ് ഇഷ്ടമാണ്. അതൊരു ലോ ഗ്രേഡ് ജോലി വരെയാണ് കണക്കാക്കുന്നത്.
അങ്ങനെയാണ് ഇവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെ മാഹിയിൽ ഗഫൂർഖാൻ ഇങ്ങനെ സ്ഥലമുണ്ട്, പെട്രോൾ പമ്പ് ഗഫൂർ ഇങ്ങനെ സ്ഥലമുണ്ട്, കുന്നാണ്. ഞാൻ നോക്കാം, അങ്ങനെ വന്ന് നോക്കും. ആദ്യത്തെ ഫോട്ടോയെല്ലാം കണ്ടു കഴിഞ്ഞാൽ അതിശയം, നല്ല കുന്നാണ്, തട്ടായിട്ട് സാധനമാണ്. അപ്പോൾ ഇവിടെ എടുക്കാം. അങ്ങനെ വടകരയിൽ ഒരു എഞ്ചിനീയർ പോയി കണ്ട് അയാൾ വന്ന് കൂട്ടിക്കൊണ്ട് മോനായിട്ടുണ്ടാണ്. അവർ വന്ന് നോക്കി. ഞാൻ പറഞ്ഞു ഇതൊന്നും പൊട്ടിക്കാണ്ട് ടോപ്പോഗ്രഫി വലിയ മരങ്ങൾ അതൊന്നും പൊളിക്കാതെ പരമാവധി ഇത് റീറ്റെയിൻ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സ്കൂൾ ഇപ്പം തട്ടായിട്ട് ഒരു മണ്ണ് ഇവിടുന്ന് പുറത്തു കൊണ്ടുപോയിട്ടില്ല, ഒരു തുള്ളി മണ്ണ് ഇവിടുന്ന് പ്രകൃതിയോടുള്ള അതേമാതിരി ചെയ്യും. വലിയ മരങ്ങൾ ഇപ്പം 9 മാസം കൊണ്ടാണ് ഈ 10,000 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം. അതൊരു മറ്റൊരു സക്സസ് ആണ്. അത് ഈ 9 മാസം നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. എത്ര നിലകളാണ് മൊത്തം? ഇതിപ്പം ഇവിടെ 4 നിലയുണ്ട്, മറ്റേ ബ്ലോക്കിന് 3 നിലയുണ്ട്. അത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് മൊത്തം? ഇതെല്ലാം കൂടി ഇപ്പൊ 1 ലക്ഷമായി. 1 ലക്ഷം സ്ക്വയർ ഫീറ്റ്. ഫസ്റ്റ് ഈ മെയിൻ സെന്റർ ആണ് 65,000 സ്ക്വയർ ഫീറ്റ്. 9 മാസം. സാധാരണ 9 വർഷം എടുത്താൽ തീരുല്ല പലപ്പോഴും. അതെ, അവരാണ് ചെയ്തത്. നല്ല വളരെ പെർഫെക്റ്റ് ആണ്, ഇൻ ടൈം ചെയ്തത്. അദ്ദേഹത്തിന്റെ മെയിൻ ഫസ്റ്റ് പ്രൊജക്ട് ആണ്. മെയിൻ വലിയ കരാർ പ്രകാരം എത്ര മാസമായിരുന്നു പറഞ്ഞിരുന്നത്? എനിക്ക് വേഗത്തിൽ തീർക്കണം. ജൂൺ മാർച്ച് ആകുമ്പോഴത്തേക്ക് തീർത്താൽ പെർമിഷൻ കിട്ടണം, അടുത്ത ജൂണിൽ അഡ്മിഷൻ നടത്തണം. ഇല്ലെങ്കിൽ പിന്നെ എല്ലാം പെട്ടു. ലോണെല്ലാം തിരിച്ചെടുക്കണ്ടേ. ഞങ്ങൾ പൈസ കൊണ്ടയച്ച് തരുന്നതല്ല, ലോൺ എടുത്ത് ചെയ്യുന്നതല്ലേ. അപ്പൊ ഇതിനകത്തൊരു 5 ആൾക്കാരുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന. എൻ്റെ 2-3 ഫ്രണ്ട്സ് ആണ്. ഒരു ഉബൈദ് ഉണ്ട്, പിന്നെ ഒരു രതീഷ്, റാസൽ ഖൈമ, പിന്നെ ഒരു പ്രദീപ് ദുബൈയിലാണ്, പിന്നെ ബഹ്റൈനിലെ രതീഷ്, പിന്നെ എൻ്റെ ബ്രദറിൻ്റെ ബോംബെ സർക്കസിലെ ദിലീപ്, സഞ്ജീവ്, പിന്നെ നമ്മൾ ഫാമിലി ഒരു ട്രസ്റ്റ് ആയിട്ട്. എന്താ ട്രസ്റ്റിന്റെ പേര്? GK മെമ്മോറിയൽ ട്രസ്റ്റ്. അച്ഛൻ്റെ പേര് GK മെമ്മോറിയൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ്. ഓക്കെ. ഈ കോളേജ് ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു 9 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 9 പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ മുതൽ ഈ തെരഞ്ഞെടുപ്പ് ജോലിക്കായിട്ട് അധ്യാപകരെ, അതുപോലെ സർക്കാർ ജീവനക്കാരെ പരിശീലിപ്പിക്കുന്ന ട്രെയിനർ ഉൾപ്പെടെ, അതെനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരാളെ ഉണ്ടാവും. അത് ഏതൊക്കെ പോസ്റ്റിലൂടെയാണ് കടന്നു? ഞാൻ ആദ്യം ജോയിൻ ചെയ്ത് പ്രിസൈഡിംഗ് ഓഫീസറെ. യെസ്. അപ്പം അന്നേരം അത് കണ്ടിട്ട് അന്നത്തെ കളക്ടർ, നമ്മളിവിടുത്തെ ആരെന്ന് പറയുന്ന ആൾ CEO ഉണ്ട് പോണ്ടിച്ചേരി. അയാൾക്ക് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പിടിച്ചിട്ട് അടുത്ത പ്രാവശ്യം ലിയസൺ ഓഫീസർ ആക്കണം എന്ന് പറഞ്ഞു. ലിയസൺ ഓഫീസർ ഒബ്സർവർ കൂടെ നടക്കുന്ന പണിയാണ്. അപ്പൊ അതോട് എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം നാട് മുഴുവൻ ചുറ്റില്ല. അപ്പൊ എല്ലാ മെറ്റീരിയൽ എന്താ വരേണ്ടത്, എന്താ ചെയ്യേണ്ടത് എല്ലാം അറിയണം. അപ്പൊ അത് പഠിച്ചതിന് ശേഷം ഈ അസംബ്ലി ലെവൽ മാസ്റ്റർ ട്രെയിനർ കോഴ്സ് ഉണ്ട്, അതിനെടുപ്പിച്ച് അപ്പോൾ എല്ലാവരും പഠിപ്പിക്കുന്ന പണി കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സെക്ടർ ഓഫീസർ. ഈ സെക്ടർ ഓഫീസർ റവന്യൂക്കാർ കൊടുക്കുന്ന പണിയാണ്. അപ്പോൾ ഞാനിതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് ആദ്യമായിട്ട് കോളേജ് മാഷ്ക്ക് ആദ്യമായിട്ടായിരിക്കും സെക്ടർ ഓഫീസർ പണി കിട്ടിയത്. സാധാരണ മാഷ്മാർ പ്രിസൈഡിംഗ് ഓഫീസർ തീരും. അപ്പോൾ ഞാൻ പ്രിസൈഡിംഗ് ഓഫീസറായി, ലേസൺ ഓഫീസറായി, പിന്നെ അസംബ്ലി ALMT എന്ന് പറയും, അസംബ്ലി മാസ്റ്റർ ട്രെയിനറായി, പിന്നെ സെക്ടർ ഓഫീസറായി. അടുത്ത ഇലക്ഷൻ OSD ഇലക്ഷൻസ് ആയി. സാധാരണ ഡെപ്യൂട്ടി കളക്ടർ കൊടുക്കുന്ന പോസ്റ്റാണ്. OSD ഇലക്ഷനായി. അത് കഴിഞ്ഞിട്ട് ഒബ്സർവർ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് വരില്ല. ARO കഴിഞ്ഞാൽ റിട്ടേൺ ഓഫീസർ കഴിഞ്ഞാൽ നെക്സ്റ്റ്. അപ്പോൾ ഒരു ARO പോസ്റ്റ് കിട്ടി. എനിക്കെന്തോ ഇത്രയും സാധ്യത കുറവാണ്. കടന്നുപോയ ഒരാളുണ്ടാവും, പൊതുവെ കുറവാണ്. ഇലക്ഷൻ സമയത്തുള്ള അനുഭവങ്ങളൊക്കെ ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് വെച്ചാൽ മാഹിയിൽ വരുന്ന റിട്ടേണിംഗ് ഓഫീസർ എല്ലാം പുതിയ ആൾക്കാർ. എപ്പോൾ ഇലക്ഷൻ തൊട്ട് മുമ്പ് ട്രാൻസ്ഫർ നടത്തും. അപ്പം മിക്കവാറും നോർത്ത് ഇന്ത്യൻസ് വരിക, പുറത്തുള്ള ആൾക്കാരാണ് ശരിക്കും. അവർക്ക് ഇവിടുത്തെ ജോഗ്രഫി പോലും അറിയില്ല. അപ്പൊ അവിടെ നിന്ന് പുറപ്പെട്ട് എത്തുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ രവീന്ദ്രൻ എന്നൊരാളുണ്ട്, അത്യാവശ്യമാണെങ്കിൽ ആശാനെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു തരും എന്തൊക്കെയാണ്. ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. വേറെ പ്രശ്നം. ഞാൻ പൊതുവെ ഒരു നോൺ ഇതാണ് കോൺട്രവേഴ്സ്യൽ ആളാണ്. പൊതുവെ ഞാൻ ഒന്നിനും പൊതുവെ കോളേജിൽ ഇലക്ഷൻ മത്സരിച്ചെന്നല്ലാതെ ഒരു ബേസിക്കലി ഒരു പൊളിറ്റിക്കൽ ചായവില്ല, ഒരു ചായവില്ല. ഞാൻ ഒരു ഹാപ്പി ഗോ ലക്കിയാണ്. എല്ലാ ആൾക്കാരും ഏതാൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മാഷാന്ന് പറയാം. ആ ഒരു ഇമേജ് ഉണ്ടാക്കി. അതുകൊണ്ട് ഇലക്ഷൻ വളരെ യൂസ്ഫുൾ അത്. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ എല്ലാ ആൾക്കാർക്കും സമ്മതമാണ്. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഇങ്ങോട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഉണ്ട് നമുക്ക്. അങ്ങനെ ഈ റിട്ടേണിംഗ് ഓഫീസേഴ്സിന് മിക്കവാറും സഹായിക്കലാണ് കാര്യമായ പണി. ഇപ്പോൾ ഒരുവിധം എല്ലാം ഇലക്ഷൻ്റെ A to Z കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നെങ്കിലും ബാക്കിൽ നിന്നിട്ട് നമ്മൾ കുറേ ടീമുണ്ട്, നല്ല നമ്മളെ തന്നെ ചെയ്തു. ഇതിനിടയിൽ എപ്പോഴാണ് ഈ ഇന്റർനാഷണൽ സെമിനാറുകൾ, അമേരിക്ക, അതുപോലെ നമ്മളെ ഇറ്റലി ഇവിടെ തുടങ്ങിയ രാജ്യങ്ങളിലെ ഇന്റർനാഷണൽ സെമിനാറുകളിൽ പ്രബന്ധം അടിസ്ഥാനപരമായ പണി കോളേജ് മാഷാണ് പണിയാണ്. ഇതിനിടയ്ക്ക് അതും ചെയ്യും. അതാണ് നമ്മളെ നല്ല ഇപ്പൊ പറഞ്ഞ പണികൾ തന്നെ ഒത്തിരി ആയി. ഈ റിസർച്ച് ഒരു പാഷനായിരുന്നു. ഞാൻ ആദ്യം തുടങ്ങിയ റിസർച്ച് ഇൻട്രസ്റ്റിംഗ് ആയ സാധനം നമ്മുടെ നാട്ടിലെ ആയുർവേദ ചെടികളുണ്ടല്ലോ. ഈ ആയുർവേദ ചെടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നല്ല മരുന്നുകളൊക്കെ ഉണ്ട്. ഞാൻ കേരളത്തിലായതുകൊണ്ട് തന്നെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലമാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് റിസർച്ച് തുടങ്ങിയത്. ഇതില്ല ഫൈറ്റോതെറാപ്പി നമ്മുടെ ഏരിയ, ചെടികളെ പറ്റി പഠിക്കുക.
അങ്ങനെ നമ്മുടെ നാട്ടിൽ ഐരാണി പൂവുണ്ട്, ഒരു വയലറ്റ് കളർ, ഈ മഴക്കാലത്തെല്ലാം നല്ല ആ ഐരാണി പൂ പണ്ട് കാലം ആയുർവേദക്കാർ ഇത് അൾസറിന് വയറ് പോച്ചലിന് കൊടുക്കുന്നതാണ്. പക്ഷേ പിന്നീട് അത് ക്യാൻസർ ഡ്രഗാണ് മനസ്സിലാകുന്നത്. അത് പാലിലത് അരച്ചിട്ട് ആരും കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഈ അൾസറും വയറ്റിൽ ഇപ്പം അത് കോളൻ ക്യാൻസറിനൊക്കെ സഹായിക്കുന്ന ഒരു കെമിക്കൽ ഉണ്ടായിരുന്നു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെപ്പറ്റി ഞാൻ കുറച്ച് അന്വേഷിച്ചപ്പം ഈ പ്ലാന്റിന് ആസാമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ അതേ വർക്കുണ്ട്. സാധാരണ നമ്മൾ വെർജിൻ പ്ലാന്റ് എടുക്കണം എന്ന് പറയാം. അപ്പം നമ്മൾ ഒരു തോട്ട് പ്രോസസ്സിൽ കേരളത്തിലൊരു ചെടി സീ ലെവലാണ്, ആസാമിലുള്ളത് ഒരു 3000 അടി ഉയരത്തിലാണ്. അപ്പൊ ജോഗ്രഫിക്കലി വ്യത്യാസം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും നോക്കാം. അവിടെ അത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പൊ അത് റിപ്പോർട്ടഡ് സാധനമാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ സാധനം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കുറച്ച് ലബോറിയസ് ആണ്, എക്സ്ട്രാക്ട് ചെയ്യണം, അത് പ്യൂരിഫൈ ചെയ്യണം, അതിൻ്റെ സ്പെക്ട്രം എടുക്കണം, അതിലെടുത്തിട്ട് എന്താ കോമ്പൗണ്ട് കണ്ടുപിടിക്കണം. അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ എന്നാൽ വിർജിൻ കോമ്പൗണ്ട് ഉണ്ട്, അതിന് കീമോടാക്സോണമി എന്നാ പറയാം. ആസാമിലുണ്ടായ ചെടീൻ്റെ അകത്തും നമ്മൾ മാഹിക്ക് കേരള പ്രദേശത്ത് ഉണ്ടായ ചെടീൻ്റെ അകത്തും ഒരു സ്പെഷ്യൽ കെമിക്കൽ ഇവിടെ ഉണ്ട്, അത് അവിടെ ഇല്ല. ആസാം ചെടിയിലില്ല. ഒരേ ചെടി ഈ സീ ലെവലിലുള്ളതാണ് ഈ സാധനം കെമിക്കൽ, കാംഫോറോൾ ഡെറിവേറ്റീവ്. അപ്പം അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് അത് ജിപ്മറിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് അവർക്ക് അത് അവർ പിന്നെ അവരെ കയ്യിൽ നമ്മൾ പിന്നെ അതോട് നമ്മളെ ഏരിയ കയ്യിൽ അത് കീമോടാക്സോണമി ചെയ്തതിന് ശേഷം അവർ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റഡീസ് നടത്തിയിട്ട് ഇന്ന് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അത് അതാണ് ഒരു അതാണ് ഇറ്റാലിയൻ ജേർണലിൻ്റെ അകത്ത് ഇന്റർനാഷണൽ ജേർണൽ. യുഎസിലാണ് നമ്മൾ പിന്നീട് ശേഷം ഞാൻ കെമിക്കൽ സിന്തസിസും മോളിക്കുലർ സ്ട്രക്ചർ സ്റ്റഡീസ് DFT കുറച്ച് ടെക്നിക്കൽസ് ഒക്കെ DFT സ്റ്റഡീസ് അതൊരു 10-14 പേപ്പർ പബ്ലിഷ് ചെയ്ത് എല്ലാ അമേരിക്കൻ ജേർണലിൽ പബ്ലിഷ് ചെയ്ത് നല്ല റീഡിങ് നല്ലൊരു ക്വാളിറ്റിയിൽ വർക്കാണ് അതൊക്കെ. അതിൻ്റെ ഒരു 1-2 എണ്ണം പഠിച്ചത് നമ്മൾ മലേറിയൽ ഡ്രഗ് അല്ലേ, മലേറിയൽ ഡ്രഗിൻ്റെ ഒരു ഡെറിവേറ്റീവ്സിൻ്റെ കുറേ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഈ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നോബൽ പ്രൈസ് 2 പ്രാവശ്യം കിട്ടിയ നോബൽ പ്രൈസ് ഇതിൻ്റെ ഒരു വകഭേദമാണ്. നമ്മൾ ലെവലൊന്നുമില്ല, നമ്മൾ അതിൻ്റെ ഏറ്റവും താഴെയാണ്. അത് അതെ അത് ചെയ്ത് ഏതാണ്ട് 14 പ്രബന്ധങ്ങൾ എല്ലാ അമേരിക്കൻ ജേർണലിനകത്ത്. പിന്നെ 3 ഇന്റർനാഷണൽ കോൺഫറൻസിനകത്ത് പേപ്പർ പ്രസന്റ് ചെയ്ത് അത് നല്ല ആക്സെപ്റ്റ്. അത് ഒന്ന് മാവേലിക്കരയായിരുന്നു, ഒന്ന് തഞ്ചാവൂർ പോയിട്ട്, ഒന്ന് കേരളത്തിൽ, 3 സ്ഥലത്ത് നല്ല ഒരുപാട് ഫോറിനേഴ്സൊക്കെ വന്ന്. തഞ്ചാവൂർ ഭയങ്കര കോൺഫറൻസ് ആയിരുന്നു, വലിയൊരു കോൺഫറൻസാണ്. എനിക്കൊന്ന് അമേരിക്കൻ തന്നെ 5-8 സയന്റിസ്റ്റുമാർ വന്നിട്ടുണ്ട്, ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു ഇത്. ഇത്രയും തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തുന്നു? തിരക്കൊന്നുമില്ല, ഇതിപ്പം ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് സമയം വേണമെന്ന് വെച്ചാൽ എന്തും ചെയ്യാം. ഈ കോളേജിൽ ജോലി ചെയ്യുന്ന കാലത്ത് താങ്കൾ ഈ മാലിന്യ സംസ്കരണം, അതുപോലെ തന്നെ കൃഷി, ഇങ്ങനെ കുറേ മേഖലകളിൽ കടന്നു. ഇതിപ്പോ ഈ സ്കൂളിലെ ഒരു അട്രാക്ഷൻ, ഏറ്റവും വലിയ അട്രാക്ഷൻ, ഈ സ്കൂളിനകത്ത് കറണ്ട് നമ്മൾ തീരെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നില്ല. 100% സോളാറാണ്. അത് നല്ലൊരു മെസ്സേജാണ്. 100% സോളാർ. നമുക്ക് എന്ത് ഇഷ്ടംപോലെ എല്ലാ പാനലും വെച്ചിട്ട് കംപ്ലീറ്റ് സോളാറാണ് 100%. ഈ ബിൽഡിങ്ങിൻ്റെ അകത്തില് ഒരു തുള്ളി വെള്ളം റോഡ് കൂടെ പുറത്തു പോകുന്നില്ല. കംപ്ലീറ്റ് സംഭരണി ചാനലൈസ് ചെയ്തിട്ട് വലിയ കിണർ വെച്ചിട്ടുണ്ട്, കിണറിലേക്ക് ഇറക്കുന്ന വെള്ളം. അപ്പൊ നമ്മുടെ ഈ കിണർ കൊണ്ട് നമുക്ക് മാത്രമല്ല ഈ പ്രദേശത്തെ വാട്ടർ ബെഡിന്റെ ലെവൽ കൂടി. അപ്പോൾ ഒരു നല്ല സാറ്റിസ്ഫൈങ് സാധനം. ഒരു തുള്ളി വെള്ളം പുറത്ത് ഒലിച്ചു പോകുന്നത്, വലിയ കുന്നല്ലേ, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഈ കംപ്ലീറ്റ് ടെറസും ഇവിടുത്തെ എല്ലാ റോഡ് കൂടെ പോകുന്ന വണ്ടി എല്ലാ വാട്ടറും കുറേ പൈപ്സ് ഇട്ട് ചാനലൈസ് ചെയ്ത് അതിൽ കൊണ്ടുപോയി. പിന്നെ ഇവിടുത്തെ നമ്മൾ കൃഷി നടത്തും, നമുക്ക് ഒത്തിരി മെസ്സൊക്കെ ഉണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുത്തെ കൃഷി നമ്മൾ തന്നെ നടത്തിയിട്ട് കിട്ടുന്നത്. അത് ഇവിടുത്തെ വേസ്റ്റ് ഒക്കെ പിടിച്ചിട്ടാണ്, വേസ്റ്റ് കോമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് അതിന് വളമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ മാഹി പുഴയെ പറ്റി ഒരു ചെറിയൊരു സ്റ്റഡി നടത്തിയിരുന്നു നമ്മൾ ഗ്രൂപ്പ് വെച്ചിട്ട്, വാട്ടറിന്റെ പൊല്യൂഷനെ പറ്റിയിട്ടൊക്കെ. അങ്ങനെ ചെറിയ മഴവെള്ള സംഭരണം, സോളാർ എനർജി ഉപയോഗം, അതുപോലെ പ്ലാസ്റ്റിക്കിനെതിരെ ഗ്രീൻ ക്യാമ്പസ് ക്യാമ്പയിൻ, അതുപോലെ ഹോം കമ്പോസ്റ്റ് ജനകീയവൽക്കരണം, ഇതെല്ലാം ഈ കോളേജ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ വീടുകൾ, കുട്ടികളുടെ വീടുകളിലേക്ക് പോയി നമ്മൾ ബാഗ്സ് കമ്പൽസറി എല്ലാ വീട്ടിലും ബാഗ് കൊടുത്ത്. ആദ്യം ഈ പേപ്പർ ബാഗും മറ്റു പ്ലാസ്റ്റിക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പ്രദേശത്തെ ഒരു എല്ലാ വീട്ടിലും പേപ്പർ ബാഗും തുണി ബാഗും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ വീടുകളിലും. അപ്പോൾ ഒരു മെസ്സേജാണ്. പിന്നെ ഇനി ഇത് കൊണ്ട് പോകണമെന്നെല്ലാം പറഞ്ഞ് ഇത് പ്ലാസ്റ്റിക് നിരോധിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പണി തുടങ്ങിയതാണ്. ഈ ഇതിൻ്റെ ഇടയിൽ കേരളത്തിൻ്റെ വരെ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് മയ്യഴി മഹോത്സവം. പോണ്ടിച്ചേരി ഈ വത്സരാജ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ചുക്കാൻ പിടിച്ചത് താങ്കളാണ്. മയ്യഴി മഹോത്സവത്തിന് പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായിരുന്നു, അതിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റി അതിൻ്റെ ഒക്കെ കൺവീനറായിരുന്നു. ഒരുപാട് നല്ലൊരു അവരെക്കാട്ട് ജാസ്തി എനിക്ക് നല്ല എക്സ്പീരിയൻസ്. ഏറ്റവും ഇന്ത്യയിലെ ടോപ്പ് സ്റ്റാർസിന് നേരിട്ട് താരങ്ങളും ഫിസിക്കലി കാണാൻ പറ്റി. അനൂപ് ജെറോട്ട, അങ്ങനെ ഈ വലിയ ഹൈ ക്വാളിറ്റി ചിത്ര മാഡം, ഇങ്ങനെ വലിയ ഫിലിം സ്റ്റാർസ്, ശ്രീനിവാസൻ സാറ്, ബിജു മേനോന്റെ തുടക്കമായിരുന്നു ആ സമയത്ത്. അതൊക്കെ നേരിട്ട് കാണുക നമുക്കൊരു ഭാഗ്യം, നേരിട്ട് കാണുക. പ്രോഗ്രാം ഒക്കെ നടത്തി. പിന്നെ പൊതുവെ
ഓൺ സ്റ്റേജ് ഞാൻ ഉണ്ടാവാറില്ല. അല്ല, എപ്പോഴും മണിയറയിലാണ് ഞാൻ ബേക്കറി ഉണ്ടാവാറില്ല. ഇപ്പാണ് ഈ സെൻഡ് ഓഫ് വന്നപ്പോ ഞാൻ ഇങ്ങനെ ഒരു വേദി പോയി ഇരിക്കേണ്ടി വന്നു. അത് ഭയങ്കര ജനായിരുന്നു. ഞങ്ങളൊക്കെ വളരെ അത്ഭുതപ്പെട്ടു പോയി. ഒരു അധ്യാപകന് കൊടുക്കുന്ന സാധനം 30-35 വർഷം. കുറെ കുട്ടികളുണ്ടല്ലോ, കുട്ടികളാണ് നമ്മുടെ സ്ട്രെങ്ത്. ഏറ്റവും വലിയ NCCയുടെ ചുമതല വഹിച്ചു. ഞാൻ കോളേജിൽ ഇരുന്ന സമയത്ത് NCC വാളുണ്ടായില്ല. അപ്പൊ ആരെ ഏറ്റെടുക്കണ്ടേന്ന് വെച്ചിട്ട് ഞാൻ ഏറ്റെടുത്ത്. ഏകദേശം 8-9 കൊല്ലം ഞാൻ NCC 5 പൈസ വാങ്ങിക്കാണ്ട് വാങ്ങിക്കാതെ ഞാനാണ് NCC നടത്തിയത്. പലപ്പോൾ നഷ്ടമാണ്. ഭക്ഷണം വാങ്ങിച്ചോണ്ട് കുട്ടികളെ വേറെ പരേഡ് നടത്തി എന്തെങ്കിലും കൊടുക്കണ്ടേ. ഗവൺമെന്റ് പൈസ വരാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പം അങ്ങനെ എന്നാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളിപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ബേസിക് നമുക്ക് ഇഷ്ടപ്പെടണം. ഞാൻ നിങ്ങളിപ്പോൾ തിരക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോഴാണ് ഇതൊക്കെ തിരക്ക് വരുന്നത്. ഇഷ്ടമില്ല സമയം ചെയ്യുന്ന കാര്യത്തിന് സമയം ഉണ്ടാവും, തിരക്കുണ്ടാവില്ല. കുട്ടികളുടെ അഡ്വൈസ് ഞാൻ സ്റ്റുഡൻറ് കോളേജിലെ സമയത്ത് 18 വർഷം സ്റ്റുഡൻറ് അഡ്വൈസർ ആയിരുന്നു. സ്റ്റുഡൻസിന് എല്ലാ ഏത് ആണെങ്കിലും ഞാൻ ആ സ്റ്റുഡൻറ് അഡ്വൈസറായിരുന്നു. കോളേജിലായിട്ട് മാഗസീൻ ഇറക്കണമെങ്കിലോ അടിപിടി ഉണ്ടെങ്കിൽ കോംപ്രമൈസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ അത്യാവശ്യം കേട്ടോളും കുട്ടികൾ. ആ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആ പണി ഉണ്ടായിരുന്നു. ഇവിടെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ താങ്കൾ അധ്യാപകനായിട്ട് ജോലി ചെയ്തത് ഏത് ഇയറിലൊക്കെയാണ്? അത് മാഹിയിൽ മാത്രം. അത് എപ്പോഴാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത്? അതുവരെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ എൻ്റെ ഈ പോസ്റ്റിംഗ് പ്രശ്നം വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ UPSC നമ്മളെ അപ്പോയിൻമെന്റ് നടത്തുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല. ആ സ്റ്റേറ്റ് ഗവൺമെൻറ് ബയോമീഡിയാണ് ചെയ്തിട്ട് വേണേൽ അവിടെ കൂടെ റാറ്റിഫിക്കേഷൻ വാങ്ങിക്കാം. അതേപോലെ പോണ്ടിച്ചേരിക്ക് സ്വന്തമായി യൂണിവേഴ്സിറ്റി ഇല്ല. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന് കീഴിലാണ്. ഈ സ്കൂൾ തന്നെ കേരളത്തിൽ ആണ് രജിസ്റ്റേർഡ്. SSLCയും പ്രീ ഡിഗ്രിയും ഹയർ സെക്കൻഡറിയും കേരളയാണ്. DHSC ആണ് രജിസ്റ്റർ ചെയ്യുന്നത്. അവിടുത്തെ നമ്പർ ഉണ്ട്. പോണ്ടിച്ചേരിക്ക് സ്വന്തമായി ബോർഡില്ല. അപ്പം അതിൽ എല്ലാ സ്കൂൾസും കേരളത്തെ രജിസ്റ്റർ ചെയ്യും, തമിഴ്നാട് രജിസ്റ്റർ ചെയ്യും. ആ യാനത്തെ സ്കൂൾ ആന്ധ്ര ബോർഡ് രജിസ്റ്റർ ചെയ്യും. അവരുടെ വ്യത്യാസം. അതെ, അതുകൊണ്ട് നമുക്ക് കേരള രജിസ്റ്റർ. അപ്പം കേരള നമ്പർ. അതെ, നമ്മളെ ഇവിടെ റെക്കഗ്നേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കേരള ഗവൺമെന്റ് ടേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് വാങ്ങിക്കണം? ഈ പെർമിഷൻ കിട്ടണം. DHSC പോണ്ടിച്ചേരി ആണെങ്കിൽ ചെന്നൈ, യാനത്തിന്റെ ആന്ധ്ര. അത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ പ്രത്യേകതയാണോ? അല്ല, പോണ്ടിച്ചേരി സ്വന്തമായിട്ട് എഡ്യൂക്കേഷൻ ബോർഡ് ഇല്ലാത്ത. അതെന്തുകൊണ്ടായിരിക്കും? അത് അതൊരു ബോർഡ് ഉണ്ടാക്കണം. അതൊരു ഗവൺമെന്റ് ചെയ്യേണ്ട എടുക്കുന്ന തീരുമാനമാണ്. ഇത്രയും കാലമായിട്ട് യൂണിവേഴ്സിറ്റി ബൈ ഡിഫോൾട്ട് വന്നേ. സാധാരണ സെൻട്രൽ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജ് എനിക്ക് മനസ്സിലായി. ജിമ്മർ പോലുള്ള ഇത്രയും വലിയ സ്ഥാപനങ്ങൾ അതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് ആണ്. എല്ലാം സെൻട്രൽ ഗവൺമെന്റ്. യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. പോണ്ടിച്ചേരി ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി അല്ല. അതുകൊണ്ടാണ് ഈ അഫിലിയേഷൻ സാധാരണ സെൻട്രൽ യൂണിവേഴ്സിറ്റി, കണ്ണൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ഒന്നും അഫിലിയേറ്റഡ് കോളേജസ് ഉണ്ടാവില്ല. ആദ്യമായിട്ടായിരിക്കും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് അഫിലിയേറ്റഡ് കോളേജസ് ഉള്ളത്. അത് പോണ്ടിച്ചേരി മാത്രമേ ഉണ്ടാവും. അതൊരു വ്യത്യാസം ഉണ്ടാവും. യെസ്. ഈ ഡോക്ടറാകാൻ ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഈ മേഖലയിൽ വന്നപ്പോൾ സങ്കടം തോന്നുന്നുണ്ടോ ഡോക്ടർ ആകാത്ത? ഇല്ല. അങ്ങനെ അതിനെക്കാളും നല്ലൊരു ജനകീയമായിട്ട് കുറെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വേറെ രീതിയിൽ ഹെൽപ്പ് ചെയ്യണം, ഇത് വേറെ രീതിയിൽ. ഈ GK നായർ മെമ്മോറിയൽ ട്രസ്റ്റ് ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രധാന? മെയിൻ എഡ്യൂക്കേഷനാണ്. ഒരു 10-20 ലക്ഷം റുപ്യ ക്യാഷ് ആയിട്ട് സ്കോളർഷിപ്പ് പരീക്ഷ നടത്തി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അത് ഇപ്പോൾ 5 സ്ഥലത്തും, കണ്ണൂർ, പയ്യന്നൂരാണെങ്കിൽ, തലശ്ശേരിയാണ്, മാഹി, പേരാമ്പ്ര, എല്ലാവരും നടത്തിയിട്ട് ഒരു നല്ലൊരു പൈസ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. കുട്ടീൻ്റെ പേരിൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സാധനം. വലിയ സീനിയർ ആയിട്ടുള്ള നല്ല നല്ല ആൾക്കാരാണ് ഇത് ചടങ്ങ് വരാറ്. അതൊരു വെറുതെ ഒരു കണ്ണുപൊടിയുന്നതല്ല, ഫിസിക്കലി ആത്മാർത്ഥം. പിന്നെ ഞാൻ നേരത്തെ 10-13 റൂട്ടുകൾ ഫ്രീ ആയി പഠിക്കുന്നുണ്ട്. പല കോഴ്സിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. അതൊരു വലിയ എമൗണ്ട് ആണ്. ഈ കോവിഡ് കാലത്ത് അതിന്റെ നോഡൽ ഓഫീസർ ഒരു പണിയില്ലാത്ത ആളെന്ന നിലക്ക് എന്നെ പിടിച്ച് കൊണ്ടുവിടും. പണികൾ ഉള്ള ഒരാളാണ്. കോവിഡ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. എന്താണ് അതിന്റെ കോവിഡ്? താങ്കൾ ഇത് ഇതിന്റെ സാനിറ്റൈസർ ഒക്കെ സ്വന്തം ഇത് ആദ്യം ഈ കോവിഡ് വന്നപ്പോൾ ഷോക്കാണ്. എന്താണെന്ന് അറിയുന്നില്ല. ആകെ അറിയുന്ന ഒരു സാനിറ്റൈസർ വേണമെന്നാ. ഞാനൊരു കെമിസ്ട്രിക്കാരനാണ്. ഇതിന് നോഡൽ ഓഫീസറായി. അപ്പോൾ നമുക്ക് കുറച്ച് ഗവേഷണം നടത്തി. കാരണം സിമ്പിൾ സംഗതിയാണ്. അപ്പോൾ ഐസോപ്രൊപ്പനോൾ എന്ന സാധനമുണ്ട്. അത് ഐസോപ്രൊപ്പനോൾ സംഘടിപ്പിക്കുക 98%. കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്യുക, കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ ഞാൻ അതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഉണ്ട്. ഞാൻ നമ്മൾ കോളേജിൽ കുറച്ച് 3 ആൾക്കാർ പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് 3-4 ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് സാനിറ്റൈസർ ഉണ്ടാക്കി. കേരളത്തിൽ കിട്ടുന്ന നമ്മൾ കെമിസ്ട്രി ലാബിൽ വെച്ച്, കോളേജ് ലാബിൽ വെച്ച് ഉണ്ടാക്കി. മാഹിയിലെ എല്ലാ ഹോസ്പിറ്റൽ ജീവനക്കാർക്കും പോലീസുകാർക്കും ഇതിനു വേണ്ടി ഇഷ്ടം പോലെ കിട്ടി. അപ്പോൾ അവർക്ക് ഭയങ്കര ഇൻസെക്യൂർ ഫീലിംഗാണ്. കൊറോണ എന്ന സാധനം വന്നാൽ ചത്തുവെന്ന് എന്താന്ന് ആദ്യത്തെ ഉണ്ടായ ഫീലിലല്ലേ. അപ്പോൾ ഈ സാനിറ്റൈസർ കിട്ടിയ ഇവർക്കെല്ലാം ഭയങ്കര ഒരു ഇത് കിട്ടിയ പോലെ ഉണ്ട്. ഒരു എല്ലാവർക്കും ഒരു കവചം കിട്ടിയ പോലെ അല്ലേ സാനിറ്റൈസർ കിട്ടുക. എല്ലാം തൊട്ടാലും അറിയില്ല ആൾക്കാർ അങ്ങനെ. അപ്പൊ ആ നല്ലൊരു സംഗതി. എനിക്കൊന്ന് 10-500 ലിറ്റർ നമ്മൾ ഉണ്ടാക്കി എല്ലാ ആൾക്കാർക്കും. മാഹിയിൽ അതിന് ക്ഷാമം ഉണ്ടായിട്ടില്ല ആ പീരീഡിൽ. പിന്നെയാണ് വാങ്ങിക്കാൻ തുടങ്ങിയത്. പക്ഷേ കുറെ നല്ല നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ അന്ന് മൈഗ്രന്റ് ലേബറേഴ്സിന് ഇവിടുന്ന് ട്രാൻസ്പോർട്ട്
ചെയ്യുന്ന വലിയ ചുമതലയാണ്. അതൊരു വലിയ ഹർക്യുലൻ ടാസ്ക്കാണ്. അപ്പൊ അത് കുറെ മെനക്കെട്ടി ഇവിടുത്തെ ഒരുവിധം എല്ലാ ഈ പ്രദേശത്ത് തന്നെ, മാഹി മാത്രമല്ല ഈ പ്രദേശത്ത് തന്നെ ഒരുപാട് ആൾക്കാർ പല സ്റ്റേറ്റ്, ആസാമിലേക്കും പിന്നെ മധ്യപ്രദേശിലേക്കും ഒറീസയിലേക്കും ഇഷ്ടം പോലെ ആൾക്കാർ, നമുക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് വലിയ കോർഡിനേഷനാണ്. ഞാൻ ഇവിടുന്ന് സംസാരിക്കേണ്ടത് ഷൊർണൂർ സ്റ്റേഷനായിട്ട് കോൺടാക്ട് ചെയ്യണം, പാലക്കാട് സ്റ്റേഷനായിട്ട്, കാലിക്കറ്റിലെ ADM ആയി സംസാരിക്കണം. അങ്ങനെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് കൊണ്ട് ചെയ്തത്. അതെല്ലാം ഇവിടെ ഇന്ന് ചെയ്യും. RA ഓഫീസ് ഓഫീസ് കളക്ടർ അല്ല റീജിയണൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും. പിന്നെ ആ സമയത്ത് ആരും പുറത്തിറങ്ങാൻ സമയത്ത് വലിയ സംഭവം എനിക്ക് ഒരു VIP പരിഗണനയല്ലേ. വേറെ കാറ് വിടുന്നില്ല, വണ്ടി വിടുന്നില്ല. അപ്പൊ എല്ലാവരും ഞാൻ ഫ്രീ ആയിട്ട് വിടുന്നു പോകുന്നു വരുന്നത്. ഈ ഹോം കമ്പോസ്റ്റ് ഒരു ജനകീയമായ ഒരു മുന്നേറ്റം അതിനകത്ത് നടത്തിയിരുന്നു. അല്ലാതെ എങ്ങനെയാ അത് അങ്ങനെയൊക്കെ ആശയങ്ങൾ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. ധാരംഗമായിട്ട് കണ്ട് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ ഇവിടെ ട്രൈ ചെയ്യും. ആദ്യം ഇവിടെ ട്രൈ ചെയ്ത് നല്ല സക്സസ്ഫുൾ ആണെങ്കിൽ പ്രദേശത്തെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ സാധനം ഉണ്ട്. അവർക്ക് അധികം ആൾക്കാർക്ക് അറിയില്ല, ഇഗ്നറൻസ് ആണ്. എന്താ ചെയ്യേണ്ടത്, എന്താ ഏത് രീതിയിൽ ആരെ കോൺടാക്ട് ചെയ്യണമെന്ന് അറിയില്ല. അതൊക്കെ ഒരു ഓപ്പണിംഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ കോളേജ് വിദ്യാർത്ഥികൾ അഡ്വൈസർ ആയിരിക്കുന്ന കാലഘട്ടത്തിലുള്ള എന്തെങ്കിലും രസകരമായ ഒരു അനുഭവങ്ങൾ മനസ്സിലുണ്ട്? രസകരമായ അനുഭവം വെച്ചാൽ ഈ നമ്മൾ മാഹിയിലെയും കേരളത്തെ പോലെ തന്നെ ഇലക്ഷനൊക്കെ പൊളിറ്റിക്കൽ ബേസ്ഡ് ആണ്. അപ്പൊ ഒരു എക്സ് എന്ന പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ അന്ന് ഒരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റി. ഈ ജയിക്കുന്ന പാർട്ടി മാത്രം പര്യടനം നടത്തുന്ന ശീലം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് ബാക്കി 2-3 പാർട്ടീസ് ഇല്ലേ, ഓരോരുത്തരും പ്രസംഗിപ്പിച്ചോ, നല്ല കാര്യമില്ല. അപ്പൊ ഒരു സമ്മതിക്കില്ല. ശാന്ത് പണിയാ നമ്മളെ ജയിച്ചാൽ അതങ്ങനെ ആയിരിക്കും. ഞമ്മളോട് ഒരു പ്രശ്നമില്ല, അവർ സംസാരിച്ചോട്ടെ, മോശം പറഞ്ഞോട്ടെ. ഒരാള് മോശം ജയിച്ചയാള് മാത്രമല്ല പരിപാടിക്ക് സംഘടിപ്പിച്ചു വന്നാണ്. അങ്ങനെ ആദ്യം വെച്ചൊരു ഇടക്ക് ഉണ്ടാവും. ഞാനത് മെല്ലെ വിളിച്ചു പറഞ്ഞു, കഴിഞ്ഞ കോളേജ് ഡേ ആരാ പ്രസംഗിച്ച് എനിക്ക് വല്ല ഓർമ്മയുണ്ടെന്ന്. ഇന്ന് അത്രയും ഓർമ്മയുണ്ടാവും. പക്ഷെ ഇതിന് നമ്മൾ വലിയൊരു കാര്യമായി ചെയ്യുന്നത്. അങ്ങനെ ഇടക്ക് ചില ആൾക്കാർ എഗ്രി ചെയ്യും, കൺവിൻസ് ആവും, എഗ്രി ചെയ്യും. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. കുറെ കുട്ടികളെ ഒരുമിച്ച് നടത്തിക്കൊണ്ടുവന്നാൽ ഈ ഒരു ഡിവിഷൻ ഉണ്ടായിട്ടില്ല. അതൊരു നല്ല സന്ദേശമല്ലേ, നല്ല ഡിവിഷൻ ഒരു ടീമായിട്ട് നിൽക്കും. ഓണം മാഹി കോളേജിൽ എനിക്കൊന്ന് ഓണം സെലിബ്രേഷൻ ഒക്കെ ഏറ്റവും ഗംഭീരമായി നടത്തിയ ഒരു പീരീഡായിരുന്നു. ഞാനായിരുന്നു ഉണ്ടാവാറ്. രാത്രി 1 മണി വരെ കുട്ടികൾ, എല്ലാ കുട്ടികളും ഒരുമിച്ചിരുന്ന് ഇതുപോലത്തെ ഇന്ന് കാണുന്ന പല വേണ്ടാത്ത പരിപാടി ഒന്നും അന്നില്ല. അത് മൊബൈലില്ലാത്തതുകൊണ്ടായിരിക്കാം. എല്ലാ കുട്ടികളും 10-50 ആൺകുട്ടികൾ വരും. എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും. എല്ലാവരും പച്ചക്കറി മുറിക്കുക, എല്ലാം അവരെന്നെ ചെയ്യാം. പിന്നെ 1-2 കുക്കും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫെസ്റ്റീവ് ഒക്കേഷൻ. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് കുട്ടികൾ ഒറ്റ കെട്ടാവും. മിക്കവാറും ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഉണ്ടാവണം. അപ്പോൾ ജൂൺ തുടങ്ങി അപ്പോൾ ഒരു കെട്ടായി. പിന്നെ മാഹി കോളേജ് പൊതുവേ അങ്ങനത്തെ വേണ്ടാത്ത അടിപിടി വലിയ രാഷ്ട്രീയത്തിന് ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മാഹി കോളേജ് ചേഞ്ച് വന്നത് ശരി ഇലക്ഷൻ നിർത്തിയ കൊണ്ടാണ്. ഇപ്പൊ ഇല്ല, പോണ്ടിച്ചേരി സ്റ്റേറ്റിൽ ഇലക്ഷൻ, കോളേജ് ഇലക്ഷൻ നിർത്തിക്കാൻ അത് ഗവൺമെന്റ് പോണ്ടിച്ചേരി തീരുമാനം എടുത്തിട്ട് ഇപ്പം ഇല്ല. അതാണ് ഒരു ശരിക്കും മോശമാണത്. ശരിക്കും ഒരു ഇലക്ഷൻ വേണ്ട നല്ലതാണ്. കുറച്ച് ലീഡർഷിപ്പ് ഉണ്ടാക്കാം, കുട്ടികൾ നടത്താൻ പഠിക്കാം, പിന്നെ കുറച്ച് ബിഹേവിയർ ഉണ്ടാവും. ലീഡർഷിപ്പ് നമ്മളൊക്കെ ലീഡർഷിപ്പ് ഉണ്ടാകുന്ന അതുകൊണ്ടല്ലേ, അന്ന് നടത്തിയോണ്ടല്ലേ. ഈ ആ സമയത്തിന്റെ സങ്കടകരമായ ഓർമ്മകൾ എന്തെങ്കിലും മക്കളുമായിട്ട് ഈ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് വേദന തോന്നിയ ഒരു വേദന വെച്ചാൽ ഈ തമ്മിൽ അടി ഉണ്ടാവില്ല ചില സമയത്ത്. ഈ വെറുതെ ഒരു ആശയമായിട്ട് വെറുതെ കയറി അടിച്ചതിന് ശേഷം ഈ കുട്ടികളെ പിടിച്ച് മാറ്റണ്ടേ. ഈ മാറ്റുമ്പോ പിന്നെ ഒരു ഭയങ്കര വയലന്റ് ആയിരുന്നു. അപ്പൊ വയലന്റായി അത് മാറ്റിക്കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവരുന്ന അനുസരിക്കാത്ത കുട്ടികളെ ബാക്കി ആൾക്കാരൊന്നും പറഞ്ഞ് അനുസരിക്കാത്ത സ്ഥലത്ത് ചിലപ്പോൾ വിജയിച്ചു. അത് വലിയ സാറ്റിസ്ഫാക്ഷൻ. എന്താണ് അതിന്റെ ടാക്ടിക്സ്? അവർക്ക് എന്നെ അറിയാം. ആത്മാർത്ഥമായി ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങൾ ഒരു മറിച്ച് 2 ടൈപ്പ് ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നു. പറയേണ്ട കാര്യം പച്ചക്ക് പറയാന്നല്ലാതെ ചില സമയത്ത് സ്ട്രോങ് ആയിട്ട് പറയേണ്ടി വരാറുണ്ട്. പക്ഷെ അവർക്കറിയാം അത് നെക്സ്റ്റ് മിനിറ്റ് അത് ഉണ്ടാവില്ല എന്നറിയാം. അപ്പൊ എനിക്കൊരു ഇമേജ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില സിനിമയിൽ കാണുന്ന മാതിരി ചില സമയം ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പൊ ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാല് നിർത്തും. എന്തോ ഒരു ആരോ കഴിവാണ് അത് നിർത്താറുണ്ട്. അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത്. അല്ലാതെ വേറെ സങ്കടകരമായ അനുഭവങ്ങൾ പങ്കുവെക്കുക, മനസ്സിന് തീരെ വിഷമം പ്രത്യേകിച്ചൊന്നും ഇല്ല. അങ്ങനെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു കേൾക്കാത്ത അനുസരണം. ഈ താങ്കളെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, റിട്ടയർ ചെയ്തൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോഴും ഒരു യുവത്വത്തിന് എന്തെങ്കിലും വേറെ യോഗ അത്തരത്തിൽ എന്തെങ്കിലും അങ്ങനെയൊന്നുമില്ല. നിങ്ങളൊക്കെ നല്ല ആൾക്കാരെ സംസാരിക്കാം. ഒരു നല്ല ഒരു നമുക്ക് പറയുന്ന ബാഹിലെ മമ്മൂട്ടിയിലൊക്കെ വിളിക്കാൻ അത്രയും ഗ്ലാമറായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, നല്ല ചിരിച്ച് നല്ല സന്തോഷത്തിൽ. സാധാരണ നമ്മൾ ഈ റിട്ടയർ ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുള്ളത്, എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഈ റിട്ടയർ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ തീർന്നു ഇനി
പരിപാടിയെല്ലാം തീർന്നതിന് വീട്ടിൽ സ്വസ്ഥമായിരിക്കാം, അങ്ങനെ ഒരു കാഴ്ചപ്പാട്. അത് ഞാൻ 31 റിട്ടയറായി. 1-ാം തീയതി എൻട്രൻസ് ക്ലാസ് തുടങ്ങി. ഞാൻ 7 മണിക്ക് ക്ലാസ് കയറിയതാണ്. അന്ന് 7 മണി ക്ലാസ് കയറിയിട്ട് വൈകിട്ട് 5 മണിക്ക് പുറത്തിറങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പണ്ട് കോളേജിൽ പോകുന്ന സമയത്ത് തിങ്കൾ ചൊവ്വ ബുധനൊക്കെ ഓർമ്മയുണ്ട്, ടൈം ടേബിളിലോണ്ട് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഇപ്പം ഡേറ്റിന്റെ മൊബൈൽ നോക്കണ്ടേ, ഇന്ന് തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ച. എങ്ങനെയാണ് റൊട്ടീൻ? എങ്ങനെയാണ് സാധാരണ ഒരു 7 മണിയാകുമ്പോഴത്തെ ക്ലാസ് പോകും. എൻട്രൻസ് രാവിലെ എത്ര മണിക്ക്? 7 മണിക്ക്. രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു 5-5:15 മണി. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞോട് ആഡ് ചെയ്യാം, ഒരു ജിമ്മിന് പോകുന്നുണ്ട്. തുടങ്ങിയതാണോ മുമ്പ്? അല്ലേ, ഇപ്പം പ്രായം കൂടിയപ്പോ തടിയിലും കൂടുന്ന കണ്ട് ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ജിമ്മ് ചേർന്നത്. ജിമ്മിൽ പോയി അത് 7 മണിയാകുമ്പോഴത്തേക്ക് 7 മണി ക്ലാസ് എത്തും. ക്ലാസ് തുടങ്ങും. ഫസ്റ്റ് എവിടെയാ? തലശ്ശേരിയാണോ? തലശ്ശേരി ടൈം ടേബിൾ ഇടുന്ന പോലെ തലശ്ശേരിയോ മാഹിയോ എവിടെയും ക്ലാസ് ഇടും. 8:30 വരെ ക്ലാസ് ഉണ്ടാവും. 8-8:45 വീട്ടിലെത്തും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 9:15 കോളേജിലേക്ക് ഇറങ്ങും. 9:30 കോളേജ് തുടങ്ങും. 9:30 മുതൽ 4:00 വരെ കോളേജാണ്. അത് ഞാൻ വളരെ ഡിസിപ്ലിൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലേ ഇങ്ങനെയാ സർക്കാർ ഉദ്യോഗസ്ഥ ഇപ്പം എടുക്കുന്നത്. ഞാൻ ഈ 9:30-4:00 വളരെ സിസ്റ്റമാറ്റിക്കലി മാഹി കോളേജ് ഉണ്ടാകുന്ന ഒരാളാണ്. മാഹി കോളേജ് എല്ലാ പണി എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ എന്നെ പുറത്ത് ഞാൻ ബാങ്കിൽ പോകാറില്ല. എന്താ കാരണം വെച്ചാൽ ബാങ്ക് കണ്ട ഇവൻ നല്ല സുഖമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഈ 9:30, 4:30 കുറെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. വളരെ എക്സ്ട്രാ കെയർ ആണ് ഞാൻ കഴിയുന്നതും. പുറത്ത് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ജോലിയിൽ അതുകൊണ്ട് കുട്ടികൾക്കും കെമിസ്ട്രി പിന്നെ ഈ സംസാരിക്കാൻ നല്ല കഴിവില്ലോണ്ടായിരിക്കാം കെമിസ്ട്രി അറിയില്ലെങ്കിലും ക്ലാസ് നല്ലോണം ഒപ്പിക്കുന്നുണ്ട്. കുട്ടികളെ ഇഷ്ടം, കുട്ടികളെ സ്വന്തം, കുട്ടികളെ കാത്തുക്കും. എപ്പോഴെങ്കിലും മടുപ്പ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ എപ്പം പറയാം സാർ, നമുക്ക് എന്നാണോ മടുപ്പ് തോന്നിയ ക്ലാസ് കയറാൻ അന്ന് നിർത്തണം ഈ പണി. അതാണ് ഈ കോളേജില് ഈ 9:30 to 4:30 എന്നുള്ളത് ഇപ്പോഴത്തെ ഷെഡ്യൂള്. ആ സമയം എവിടെയാണ് നമ്മുടെ കോളേജിലേക്ക് മാറ്റി? ഇപ്പൊ എക്സൽ ട്യൂഷൻ തുടങ്ങി. ഇനി ഇവിടെ സ്കൂൾ വരും. സ്കൂളിൽ എത്ര മണിക്ക് എത്തല്? ഇതൊരു 9:30, 10 ആകുമ്പോൾ എത്തും. സ്കൂൾ എക്സൽ കഴിഞ്ഞ ശേഷം ഇവിടെ വരും. സ്കൂളിൽ കുറച്ച് സമയം ഉണ്ടാവും. പിന്നെ സ്കൂളിൽ ഇപ്പം കുറെ മാറ്റങ്ങൾ നടത്തുന്നുണ്ട്. ചിലപ്പോൾ ഹോസ്റ്റൽ തുടങ്ങണമെന്നുണ്ട്, ഗ്രൗണ്ട് എടുക്കണമെന്നുണ്ട്. പിന്നെ ഈ വർഷം ലിഫ്റ്റ് ഉണ്ടാക്കി. പിന്നെ നല്ലൊരു പ്ലേ ഏരിയ തുടങ്ങിയിട്ടുണ്ട്. അപ്പം സ്കൂൾ മുതൽ +2 വരെ ഉണ്ട്. ഇനി ഇപ്പം സമാന്തര കലാലയം എന്നുള്ളത് ഒരു സ്വാശ്രയ കോളേജോ ഏതെങ്കിലും നല്ലൊരു പ്രൊഫഷണൽ കോളേജ് എന്തെങ്കിലും സാധനം തുടങ്ങും. ആലോചിക്കണം ഏത് രീതിയിലാണെന്ന് നോക്കണം. അത് ഇപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്, പണി സമയം വേണ്ടി വരും. ഇപ്പം കുറച്ച് ടീം ഉണ്ടല്ലോ ഉണ്ട്, നടത്താൻ പറ്റും. ടീം നല്ലതായതുകൊണ്ട് ടെൻഷൻ ഇല്ലാത്ത സ്കൂളിൽ തന്നെ നല്ലൊരു പ്രിൻസിപ്പളും നല്ല ടീമാണ്. പിന്നെ അൾട്ടിമേറ്റ്ലി ഞാൻ തമാശ പറയുന്നില്ല, ഞാനൊരു കസേര വെച്ചിട്ടില്ല, ഞാൻ ഇരിക്കാറുമില്ല അങ്ങനെ കസേരയിൽ. അപ്പം ഐഡിയ കൺസെപ്റ്റ് ഇതാണ്, നിങ്ങൾ നല്ലോണം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടത്താം. സ്കൂളുണ്ടാവും, കോളേജ് ഉണ്ടാവും. മോശമായി നടത്തി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടം. എനിക്ക് ഗവൺമെന്റ് ശമ്പളമുണ്ട്, പെൻഷനും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ല, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നല്ല ഇൻവോൾവ്മെന്റ് ആണ്. ഈ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ മനസ്സ് മടുപ്പിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഇത് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അധികാരികളിൽ നിന്ന്, നേതാക്കൾ? പൊതുവെ ഇതുവരെ എനിക്ക് ഇഷ്യൂ ഉണ്ടായിട്ടില്ല. അതാണ് ഇത് നടത്തിയാൻ പറ്റുന്നത്. ഞാൻ അങ്ങനെ ഒരു സാധാരണ ആരെങ്കിലും ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമായി കഴിയുമ്പോൾ ഇത് യാഥാർത്ഥ്യമാക്കാൻ ഞാൻ പെട്ട അതില്ല, അതങ്ങനെ സംഭവം നടന്നിട്ടേ ഇല്ല. അതങ്ങനെ നമ്മൾ ഒഴുക്കലങ്ങ് നടന്ന്. ഇതിപ്പോ ഞാൻ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാനെങ്ങനെയോ കോളേജ് പണി കിട്ടി ഇതെങ്ങനെയോ എക്സൽ തുടങ്ങി, എങ്ങനെയോ സ്കൂൾ തുടങ്ങി. ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. ഞാൻ മേ ബി ഒരു ഫേറ്റ് സാധനം ഉണ്ടല്ലോ, എന്ത് അൾട്ടിമേറ്റ് പഠിച്ചോനെ വിചാരിക്കണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഫേറ്റിന്റെ ഒരു ഭാഗമായി നിന്ന്. നിങ്ങളുടെ ഈ സ്കൂളിൽ സിലബസിന് പുറമെ ഉള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? സിലബസിന് പുറമെ കുറെ നല്ല ആക്ടിവിറ്റീസ് ഇവിടെ എല്ലാ സ്കൂൾ ചെയ്യുന്നതാണെങ്കിലും കറാട്ടെ ട്രെയിനിങ് ഉണ്ട്. പിന്നെ ഇല്ല സാധനം ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഗ്രീൻ സ്കൂൾ എന്ന സാധനം കൺസെപ്റ്റിലെ കുട്ടികൾ ചെറിയ ക്ലാസ് ഒന്നുമില്ല. ഒരു സ്ഥലത്തും ഒരു വേസ്റ്റ്. ഇപ്പം നിങ്ങൾ നടന്നു പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും സ്കൂൾ ഇപ്പം എന്നല്ല 10 വർഷമായി ഇപ്പം സ്കൂൾ ഒരു സ്ഥലത്തും ഒരു വേണ്ടാത്ത സാധനം കാണില്ല. ഈ കുട്ടികളെ അങ്ങനെ ചെയ്യുന്നതാണ്. കുട്ടികൾ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ പ്ലാസ്റ്റിക് സാധനം ഇടാൻ വേറെ സ്ഥലം വെച്ചിട്ടുണ്ട്. കുട്ടികൾ തന്നെ സ്റ്റീലിന്റെ ബോട്ടിലെ വെള്ളം കൊണ്ടുവരും. വൈറ്റ് വെള്ളം കുടിച്ച് തീർത്തിട്ടില്ലെങ്കിൽ വെള്ളം ചെടിക്ക് ഒഴിക്കാൻ പറയും. അപ്പോൾ ആ ഒരു മെന്റലി അവർ പ്രിപ്പയർ ആവുകയാണ്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുക. ആൾക്കാർ ഇംഗ്ലീഷും പറഞ്ഞിട്ട് ശിക്ഷിക്കുന്നൊന്നുമില്ല. പക്ഷെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സാധനം പഠിപ്പിക്കുക. പിന്നെ കൾച്ചർ നമ്മുടെ നാട്ടിൽ അത് പൊതുവേ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് കുറഞ്ഞു വരുന്നുണ്ട്. അത് മനസ്സിലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമ്മുടെ മെസ്സിൽ വരണം. ചെറിയ മക്കൾ പോകുമ്പോൾ വലിയ കുട്ടികൾ പോയിട്ട് പ്ലേറ്റ് എടുത്ത് കൊടുത്ത് ഭക്ഷണം എടുത്ത് കൊടുക്കുന്ന ഒരു സംസ്കാരമുണ്ട്. അതൊരു ഭയങ്കര സംഭവമാണ്. കാണാൻ മനസ്സിന് കുളിർമയാണ്. നമ്മളൊന്നും അതൊരു ട്രെയിനിങ് ആണ്. അപ്പോൾ ചെറിയ മക്കൾ പോകുമ്പോൾ പ്ലേറ്റ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വലിയ കുട്ടികൾ ഓടിപ്പോയി പ്ലേറ്റ് എടുത്ത് കൊടുക്കുക, എൻ്റെ അടുത്ത് കൊണ്ട് മേശയെ കൊണ്ടുപോയി വെക്കുക, ആ വെള്ളം എടുത്ത് കൊണ്ട് കൊടുക്കുക. ഇതൊരു ഒരു വലിയൊരു മെസ്സേജ്. ആ കുട്ടികൾ എന്തായാലും മോശമാവില്ല. ഇനിയുള്ള ഒരു സ്വപ്നം എന്താണ്?
അപ്പോൾ ഇത് ഈ രീതിയിലൊക്കെ അച്ചീവ് ചെയ്ത് ജീവിതത്തിൽ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് പതിച്ചു. അത് ഒരു ഹോസ്റ്റൽ തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. ഹോസ്റ്റൽ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. അത് ഹോസ്റ്റൽ തുടങ്ങുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മഹാഭൂരിഭാഗം സമയത്തും നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് പോകുന്ന കുട്ടികൾ എൻട്രൻസ് പ്രത്യേകിച്ച് പോകുന്നത് ഈ തൃശ്ശൂരോ പാലയിലോ കഷ്ടപ്പെടും. അത് ഭയങ്കര സ്ട്രെയിനാണ് നമ്മളെ മക്കൾക്ക്. ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആരും ചിന്തിക്കുന്നില്ല ആ ലെവൽ സാധനം. അപ്പം അങ്ങനെ ഒരു ഹോസ്റ്റൽ തുടങ്ങുന്നതിന് കുട്ടികളെ എൻട്രൻസ് മാത്രമേ. പിന്നെ ഒരു IAS കോച്ചിങ് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. വെച്ചാൽ സിവിൽ സർവീസ് നമ്മൾ ഈ മലബാർ ഭാഗത്ത് റയറാണ്, കുട്ടികൾ ടാലൻറ്റഡ് ആണ്, ഓപ്പണിങ് അങ്ങനെ ഇല്ല. പിന്നെ നമ്മളെ സോഷ്യൽ അറ്റ്മോസ്ഫിയർ കറസ്പോണ്ടിങ്ലി മാച്ച് ആവുന്നു. സോ ദാറ്റ് ഇസ് വൺ ഐഡിയ. കുടുംബ എങ്ങനെയാണ്? ഭാര്യ പേരെന്താണ്? ബീന എന്നാണ് പേര്. പേരാമ്പ്രയാണ്. അറേഞ്ച്ഡ് മാരേജ്. മക്കൾ 2 ആളുണ്ട്. ഞാനിപ്പോൾ പറയാം, എൻ്റെ എല്ലാ കടപ്പാടും ഗവൺമെൻറ് പോണ്ടിച്ചേരിയിലൂടെ. എന്ന് വെച്ചാൽ എൻ്റെ പണി കിട്ടിയതും ഇത്തിരി നല്ല കുറേ സിവിൽ സർവീസ് ഓഫീസേഴ്സ്, ഞാൻ വെച്ചാൽ ഒരുപാട് നല്ല ഓഫീസർ പരിചയപ്പെട്ട് ഓരോ ബന്ധം ഓരോരുത്തർ കുറേ കാര്യം പഠിച്ച് ഈ പണി മുഴുവൻ കിട്ടിയത് സർക്കാർ ജോലി കൊണ്ടാണ്. ഈ താങ്കൾ 35 വർഷം ഇവിടെ സർവീസിലുള്ളപ്പോൾ അതിനകത്ത് 25 വർഷം ഇവിടുത്തെ MLA മന്ത്രിയൊക്കെ വത്സരാജായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ള ബന്ധം? വത്സരാജ് ഞാൻ നേരത്തെ പറയാം, എൻ്റെ ഗ്രാൻഡ് ഫാദർ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അപ്പോൾ ഇവരൊക്കെ നമ്മൾ പണ്ട് ബന്ധമുണ്ട്. പിന്നെ മാഹിയിൽ അദ്ദേഹം ഇല്ലാത്ത എൻ്റെ ആ പീരീഡിനകത്ത് അദ്ദേഹം ഇല്ലാത്ത പ്രോഗ്രാം ഉണ്ടാവാറില്ല. അപ്പം ഞാൻ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റി മൂപ്പറുണ്ടാവും. അപ്പം നമ്മൾ തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട്. മക്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഗവൺമെന്റിനോട് കടപ്പെട്ടെന്ന് കാരണം എൻ്റെ മൂത്തവൾ ഡോക്ടറാണ്. അപ്പം സീറ്റ് കിട്ടുന്നത് ഞാൻ സെൻടാക്കിലാണ്. പോണ്ടിച്ചേരി സർവീസിലായതുകൊണ്ടാണ് സെൻടാക്കിൽ അഡ്മിഷൻ മെറിറ്റിൽ കിട്ടുന്നത്. ഇല്ല മെറിറ്റ് കിട്ടില്ലായിരുന്നു. ഇല്ല റിപ്പീറ്റ് എല്ലാം ചെയ്ത് പോകണം. കേരളത്തിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ മാഹിയിലായതുകൊണ്ട് മാർക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് സെൻടാക്കിൽ മെറിറ്റിൽ കിട്ടി. MDക്കും മെറിറ്റ് തന്നെ കിട്ടി. പെത്തോളജിയിലാണ് ചെയ്തത്. അവൾ കല്യാണം കഴിച്ച ഒരു ന്യൂറോളജിസ്റ്റാണ്. ഡോക്ടർ തുഷാർ. സ്നേഹ ഇപ്പം KMCT മെഡിക്കൽ കോളേജ് മുക്കത്ത്. പിന്നെ രണ്ടാമത്തെ ഖത്തറിലായുള്ളത് എഞ്ചിനീയറാണ്. അവൾ ഇതേപോലെ NIT കിട്ടിയതാണ്. എന്നിട്ട് പിന്നെ അമൃതയിലേക്ക് കിട്ടി. അപ്പം അമൃതയിൽ പോയി ജോയിൻ ചെയ്ത് കോയമ്പത്തൂർ. അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞത് ഒരു കണ്ണൂരിൽ ജിനേഷ് എന്നൊരു എഞ്ചിനീയറാണ്. അദ്ദേഹം എഞ്ചിനീയറാണ്. ഒരു സ്വിസ് കമ്പനിയിലെ സെയിൽസ് റീജിയണൽ മാനേജറാണ്. അപ്പം അങ്ങനെ ഖത്തറിലായി ഇപ്പോൾ ഉള്ളത്. ഒരു മോളുണ്ട് അവർക്ക്. അങ്ങനെ 6 പതിറ്റാണ്ട് കാലത്തെ ജീവിതം എന്താണ് മനസ്സിന് തോന്നുന്നത്? നല്ല സുഖം അവസ്ഥയാണ്. എനിക്ക് കുറെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എനിക്ക് ഭഗവാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവമുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഫ്രണ്ട്സ് ഉണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊന്ന് പുതിയ എന്തെങ്കിലും പ്രോജക്റ്റ് തുടങ്ങാം. യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. സക്സസ് സ്റ്റോറിയിൽ നിങ്ങൾ രവീന്ദ്രൻ മാഷെ കണ്ടല്ലോ. അദ്ദേഹം കടന്നുപോയ വഴികൾ ഒരു അധ്യാപകനായി രാവിലെ കോളേജിൽ പോയി വൈകുന്നേരം ആ പണി തീർത്ത് വീട്ടിൽ വന്നിരുന്ന് വായിച്ച് അല്ലെങ്കിൽ നടന്ന് അല്ലെങ്കിൽ കുടുംബജീവിതം നയിച്ച് തീർക്കുകയല്ല അദ്ദേഹം ചെയ്തത്. എവിടെയൊക്കെ കയ്യൊപ്പ് ഒരു മനുഷ്യന് പതിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖല മാത്രമല്ല, പ്രകൃതി സംരക്ഷണം ആയിക്കോട്ടെ, സാംസ്കാരിക രംഗം ആയിക്കോട്ടെ, കോവിഡ് കാലത്തുള്ള പ്രവർത്തനം ആയിക്കോട്ടെ, 10, 300, 600 പേരോളം ഇപ്പം തൊഴിൽ ചെയ്യുന്നുണ്ട് അല്ലേ കോളേജിൽ. 600 പേർക്ക് ജോലി കൊടുക്കുന്ന കാര്യമായിക്കോട്ടെ, എന്തെല്ലാം ഒരു മനുഷ്യന് ചെയ്യാം. അതിന് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇദ്ദേഹം. അതിനിടയിൽ അവതരിപ്പിച്ച പ്രബന്ധങ്ങൾ പറഞ്ഞു. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ അമേരിക്കയിലും ഇറ്റലിയിലും അടക്കം പേപ്പറുകൾ അവതരിപ്പിച്ച്. അപ്പോൾ ഒരു മനുഷ്യൻ തീരുമാനിച്ച സമയമില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് എന്തും സാധിക്കും. നമുക്കൊരു മനസ്സ് വേണം, നല്ല ചിന്ത വേണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളുടെ മുന്നിലുള്ള രവീന്ദ്രൻ മാസ്റ്റർ. ഇദ്ദേഹത്തെ കേട്ടാൽ നമ്മുടെ തലമുറയ്ക്ക് ഒത്തിരി അറിയാനുണ്ട്, ഒത്തിരി പഠിക്കാനുണ്ട്. അതിനൊരു ശ്രമമാണ് കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറി നടത്തിയത്. വിലയേറിയ സമയമാണ് അദ്ദേഹം നമുക്ക് വേണ്ടി നൽകിയത്. ഒത്തിരി നന്ദിയുണ്ട് രവീന്ദ്രൻ മാഷ്. താങ്കളോട് നന്ദി.